ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ രണ്ടാമത്തെ രഹസ്യത്തിലൂടെ കടന്നു പോവുകയാണ്. മരിയൻ ധ്യാനത്തിൽ ഈശോ സന്ദേശം തന്നതനുസരിച്ച് ഈ ഒരു നമ്മൾ ചൊല്ലുന്ന ജപമാലയുടെ രഹസ്യത്തിലൂടെ ആദ്യത്തെ ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ രഹസ്യത്തിലൂടെ കടന്നു പോയപ്പോഴാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന നന്മ നിറഞ്ഞ മറിയം എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ട് കിട്ടാൻ ദൈവമൊരുക്കിയ ഒരുക്കലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത്. ദൈവം ഒരുക്കിയ അവസ്ഥകൾ. പ്രിയമുള്ളവരെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും പരിശുദ്ധ മറിയമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും, അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനകൾ ഉരുവിടുന്ന ഒരു വ്യക്തിയും സാത്താൻ്റെ അടിമത്തത്തിന് കീഴിലേക്ക് വരത്തില്ല. സാത്താൻ അവരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ പ്രസാദപരത്തിലായിരിക്കണം, വിശുദ്ധിയിലായിരിക്കണം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. കാരണം പരിശുദ്ധ അമ്മ പരിശുദ്ധിയുടെ നിറകുടമാണ്. പരിശുദ്ധ അമ്മയിൽ നിന്ന് പുറപ്പെടുന്നത് പരിശുദ്ധിയായതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം ഈ പറയുന്ന പരിശുദ്ധിയുടെ ഒരു തലമെങ്കിലും നമുക്ക് ഈശോയുടെ മുൻപിൽ കാണിച്ചു കൊടുക്കാനായിട്ടുണ്ടാവണം. പരിശുദ്ധിയുടെ ഒരു തലമെങ്കിലും ഈശോയുടെ മുൻപിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ടാവണം. പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയിൽ. ജപമാല പ്രാർത്ഥന നമുക്കറിയാം. ജപമാല വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ കൊടുത്തിട്ട് ചൊല്ലാൻ ആരംഭിച്ച ജപമാല. ഈ ജപമാല കൈമറിഞ്ഞ് നമ്മുടെ കരങ്ങളിലെത്തി നമ്മൾ വീണ്ടും ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജപമാലയിൽ നമ്മൾ ഒത്തിരി തവണ പ്രാർത്ഥിക്കുന്നുണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് തന്നെ പല സമൂഹങ്ങളും അഖണ്ഡ ജപമാലയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കും. ഒരു അഖണ്ഡ ജപമാല നമുക്കറിയാം. ഒരു രഹസ്യം പ്രാർത്ഥിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളതും 50 നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതിയും, അങ്ങനെ 4 രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അഖണ്ഡ ജപമാല. നമുക്കറിയാം, നിങ്ങൾ ചൊല്ലുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഖണ്ഡ ജപമാല നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ അഭിഷേകം ആ വ്യക്തിയിൽ 1 മാസത്തേക്ക് നിൽക്കും. ഹല്ലേലൂയ. ഒരു അഖണ്ഡ ജപമാല ഏതാണ്ട് 3.5-4 മണിക്കൂർ എടുക്കുന്ന പ്രാർത്ഥന. ഈ 4 മണിക്കൂറത്തെ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അഭിഷേകം ഏതാണ്ട് 1 മാസത്തോളം അതിൻ്റെ ഒരു വൈബ്രേഷൻ ഞാൻ ചൊല്ലുമ്പോൾ ശരീരത്തിൽ കിട്ടാറുണ്ട്. 1 മാസത്തോളം നിലനിൽക്കുമെങ്കിൽ അത് നിരന്തരം ചൊല്ലുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രാർത്ഥനയിൽ തന്നെ സാത്താൻ ഒത്തിരി തിരക്ക് നമുക്ക് തരും. ജപമാല ഒഴിവാക്കാനായിട്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുടെ ഒരു ലിസ്റ്റ് അവൻ ഫോം ചെയ്ത് നമുക്ക് തരും. ഈ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴെല്ലാം പ്രേരണ സാത്താൻ തരുന്നുണ്ടോ, അത് നിന്റെ കരങ്ങളിൽ നിന്ന് ജപമാല മാറ്റാനായിട്ടുള്ള സാത്താൻ്റെ തന്ത്രമാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പ്രാർത്ഥനയിലൂടെ തന്നെ വീഴിക്കാൻ സാത്താൻ അറിയാം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ മറ്റു തലങ്ങളിലൂടെ ഒരുപക്ഷെ അവൻ പാപം ചെയ്യില്ലായിരിക്കും. പ്രമാണ ലംഘനങ്ങൾ വരാതെ അവൻ നോക്കുന്ന വ്യക്തിയായിരിക്കും. വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തിയെങ്കിൽ എല്ലാ വഴികളും സാത്താൻ്റെ മുൻപിൽ അടയുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ വീഴിക്കാൻ പ്രാർത്ഥന വഴി തന്നെ സാത്താൻ ഇടപെടും. അതുകൊണ്ട് ഈ പ്രാർത്ഥന വഴി അവൻ ഇടപെടുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയിൽ നിന്ന് ജപമാല കയ്യിൽ നിന്ന് മാറ്റാൻ ഉള്ള മറ്റു പ്രാർത്ഥനാ രീതികൾ, അതായത് എൻ്റെ കാര്യസാധ്യം നേടിയെടുക്കുന്ന പ്രാർത്ഥനാ രീതികളിലേക്ക് ആ വ്യക്തി പോകും. എൻ്റെ കാര്യസാധ്യം, എനിക്കിത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന കാര്യം സാധിക്കും എന്ന് എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരു പ്രെയർ കൊടുക്കുമ്പോൾ അതിന് പുറകെ മാസങ്ങൾ മുട്ടുകുത്തും. അപ്പോൾ ജപമാല കുറച്ച് ഈ പ്രാർത്ഥന കൂട്ടുന്നത് സാത്താൻ്റെ തന്ത്രമാണ്. എവിടെയെല്ലാം ജപമാല കുറയുന്നുണ്ടോ അവിടെ അവൻ രംഗപ്രവേശനം ചെയ്യും. എവിടെയെല്ലാം ജപമാല കയ്യിൽ നിന്ന് മാറ്റുന്നുണ്ടോ അവിടെയെല്ലാം സാത്താൻ ആ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ജോലിയിലും സമാധാനത്തിലും എല്ലാം ഈ സാത്താൻ രംഗപ്രവേശനം ചെയ്യും. പിന്നീട് ഈ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്ന ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കിട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന പ്രാർത്ഥന കുറച്ച് ചൊല്ലിക്കഴിയുമ്പോൾ മടുപ്പുളവാക്കി അതുപേക്ഷിക്കും. ജപമാല ആദ്യമേ ഉപേക്ഷിച്ചതുകൊണ്ട് പിന്നെ അതിലേക്ക് തിരിയാൻ മനസ്സ് തീരെ വരത്തില്ല.
വീണ്ടും ഈ പറയുന്ന രീതിയിൽ എല്ലാ പ്രാർത്ഥനകളും നിർവീര്യമാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആ പ്രാർത്ഥിച്ചിരുന്ന ശുശ്രൂഷകൻ്റെ ജീവിതത്തെ വലിച്ചിഴച്ച് താഴെ കൊണ്ടുവരുവാൻ സാത്താന് പറ്റും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ നിങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ വിവേകത്തോടുകൂടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ഒത്തിരി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. മറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി ചൊല്ലുന്ന പ്രാർത്ഥനകൾ ആത്മാവിൽ നിന്നായിരിക്കണം. പ്രാർത്ഥനകൾക്ക് ആത്മാവുണ്ടാകണം. സ്വരം എന്ന് പറയുന്ന ശരീരം പ്രാർത്ഥനകൾക്കുണ്ടാവും, കാരണം നമ്മൾ ഇന്ന് പുറപ്പെടുന്നത് കൊണ്ട്. പക്ഷേ ആ സ്വരം കൊണ്ട് നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്താൽ ആ സെൻറ്റൻസിനകത്ത് ഒരു പ്രാർത്ഥനയുടെ ആത്മാവ്, എൻ്റെ അനുതാപത്തിൻ്റെ, വിട്ടുകൊടുത്തലിൻ്റെ, എളിമപ്പെടലിൻ്റെ, എൻ്റെ വിശുദ്ധിയുടെ ഏതെങ്കിലും ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം ആ പ്രാർത്ഥനയിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും വിലപ്പോവില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാവില്ല, ഒരിക്കലും സ്വീകാര്യമാവില്ല. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നത് വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കരുത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് പരിശുദ്ധ ജപമാല മാത്രമാണ്. ഈ ഒരു മേഖലയിൽ കർത്താവിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന, സഭ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ജപമാല, ഞാൻ പറഞ്ഞത് വചനം എന്ന് പറയുന്ന ചരട് പരിശുദ്ധ അമ്മയിലൂടെ കോർത്തെടുത്തതാണ്. ഓരോ മുത്തുകളും പരിശുദ്ധ അമ്മ തന്നെയാണെങ്കിൽ അതിലൂടെ കോർത്തെടുത്ത വചനമാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം പരിശുദ്ധ അമ്മയും വചനവും നമ്മൾ ഒരുപോലെ ധ്യാനിച്ചു പോകുന്നതാണ് ഓരോ ജപമാലയും. ഈ ജപമാലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ ധ്യാനിക്കുക. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളുണ്ട്. അതിൽ പരിശുദ്ധരാജ്ഞി എന്നുള്ളത്, എത്രയും ദയുള്ള മാതാവ് എന്നുള്ളത്, മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ നേരത്തെ വായിച്ചു. പിന്നെ ലൂക്കായുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷത്തിൻ്റെയൊക്കെ ആദ്യത്തെ അധ്യായങ്ങൾ, യോഹന്നാൻ ശ്ലീഹായുടെ അധ്യായത്തിലുള്ള കാനായിലെ കല്യാണ വിരുന്ന്, ഇങ്ങനെ മറിയത്തിൻ്റെ സാന്നിധ്യം വിശുദ്ധ ബൈബിളിൽ കടന്നു വരുന്ന വചനഭാഗങ്ങൾ ജപമാലയോട് ചേർത്ത് നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക. ഏറെ പ്രത്യേകമായിട്ട് ശനി ദിവസങ്ങളിൽ, മാസാന്ത്യ ശനികളിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. മാസാന്ത്യ ശനി ആചരിക്കുമ്പോൾ അന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനകൾ കൂടുതൽ ചൊല്ലിക്കൊണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു നോക്കിക്കോ. ഒത്തിരി കെട്ടുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അഴിയും. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ മാസാദ്യ ശനി ആചരിക്കണം. മാസാദ്യ ശനി ആചരണം ഉണ്ടാകണം. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് 2 ദിവസം ശനിയും ഞായറും നമ്മളെ സംബന്ധിച്ച് ഉപവസിക്കേണ്ട ദിവസങ്ങളാണ്. ശനി ഞായർ ഉപവസിക്കണം. വെള്ളിയും ശനി ഉപവസിക്കണം. ശനിയും ഞായറും അല്ല, വെള്ളി ശനി ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഉപവസിക്കേണ്ട ദിവസങ്ങളാണ്. ഒന്ന് പരിശുദ്ധ അമ്മയുടേത്, മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ. 2 ദിവസങ്ങൾ നമ്മൾ ഉപവസിക്കേണ്ട ദിവസങ്ങളാണ്. ഈ 2 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃപകൾ നമ്മിലേക്ക് ഒഴുകുന്ന ദിവസമാണ്. ഏറ്റവും കൂടുതൽ കൃപകൾ ഒഴുകുന്ന ദിവസമാണ്. ഈ 2 ദിവസം നിങ്ങൾ ഭക്ഷണത്തെ ഒഴിവാക്കുക. ആഴ്ചയിൽ 2 ദിവസം വൈകിട്ട് മാത്രം, ഒരു നേരം മാത്രം ഫുഡ് എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഭക്ഷണത്തെ ഒഴിവാക്കി നോക്കിക്കോ. കൃപ വർദ്ധിക്കും. മറ്റൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, കൃപ വർദ്ധിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങളൊന്നും നടക്കില്ല, കൃപ വർദ്ധിക്കും. പരിശുദ്ധാത്മാവിൽ മരണം വരെ അഭിഷേകത്തിൽ നിലനിൽക്കുന്നതാണ് കൃപ. ആ കൃപ നിങ്ങളിൽ വർദ്ധിക്കാനായിട്ട് അത് ഇടവരുത്തും. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തെ തോൽപ്പിച്ചു ആത്മാവ് ദൈവത്തിൻ്റെ മുൻപിൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴെല്ലാം ശരീരത്തെ തോൽപ്പിക്കുന്നുണ്ടോ ആ സമയത്ത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ മുൻപിൽ കരുത്താർജിക്കും. അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ദൈവത്തിൻ്റെ മുൻപിൽ എത്രത്തോളം സ്വീകാര്യമായ പ്രാർത്ഥനയായിട്ട് അത് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെള്ളി ശനി ദിവസങ്ങളിൽ ഉപവസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. വെള്ളി ശനി ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈ ഉപവാസം നിങ്ങളൊരു നിയോഗത്തിലേക്കും സമർപ്പിക്കരുത്, മറിച്ച് വെള്ളിയാഴ്ച ക്രിസ്തുവിനോടുള്ള ആരാധനയെ പ്രതിയും ശനിയാഴ്ച പരിശുദ്ധമ്മയോടുള്ള വണക്കത്തെ പ്രതിയും നിങ്ങൾ ഉപവസിക്കുക. നിയോഗങ്ങൾ സമർപ്പിക്കരുത്. ഉപവസിക്കാൻ പറഞ്ഞാൽ അതിലും നമ്മൾ നിയോഗം തിരികെ കയറ്റും. അതുകൊണ്ട് പറയുകയാണ്, നിയോഗങ്ങൾ സമർപ്പിക്കരുത്. വെള്ളിയാഴ്ച ക്രിസ്തുവിനോടുള്ള ആരാധനയെ പ്രതിയും ശനിയാഴ്ച പരിശുദ്ധമ്മയോടുള്ള വണക്കത്തെ പ്രതിയും മാത്രം. ഒരു നിയോഗവും സമർപ്പിക്കേണ്ട. നിങ്ങൾ ഉപവസിച്ച് നോക്കുക. 1 മാസം നിങ്ങൾ ചെയ്യും. 1 മാസത്തിൽ 3-4 വെള്ളിയാഴ്ച വെള്ളി ശനികളുണ്ട്. ആ 3-4 ദിവസങ്ങളിൽ 3-4 ഈ പറയുന്ന ആഴ്ചകളിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുകയോ. ആ 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം നിങ്ങളുടെ കാര്യങ്ങളിൽ വന്നിട്ടുണ്ടാകും, ഉറപ്പാണ്. കാരണം യേശുവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയിലേക്ക്, അല്ലെങ്കിൽ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് എന്ന് പറയുന്നൊരു തലമാണത്. അത് നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ യേശുവിനെ ആരാധിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ ശനിയാഴ്ച പ്രവേശിക്കുക.
വെള്ളിയാഴ്ച ശരീരത്തെ തോൽപ്പിച്ച് ദൈവത്തെ ആരാധിച്ചു. വെള്ളിയാഴ്ച ഈ ആരാധന ഏറ്റുവാങ്ങി രണ്ടാമത്തെ ദിവസം, അതായത് ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ ആചരണം, ശനി ആചരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഈ ശനിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയം, പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ നിന്ന് നമ്മളിലേക്ക് കിട്ടിയ അഭിഷേകം നമ്മളിൽ എന്നും സ്ഥായിയായി നിലനിൽക്കാൻ, അഭിഷേകത്തെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ ആവശ്യമായ സംരക്ഷണ വേലി തീർക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ. സംരക്ഷണ വേലി തീർക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. അമ്മ തൻ്റെ ജപമാല കൊണ്ട് നമ്മളെ ആ ശനിയാഴ്ച ദിവസം തന്നോട് ചേർത്ത് കെട്ടിയിട്ടു. ആ കെട്ടിയിട്ടപ്പെട്ട് കഴിഞ്ഞാൽ സാത്താൻ്റെ ആധിപത്യങ്ങൾക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാവത്തില്ല. അവൻ നമ്മളെ വിട്ടകന്നോളും. സ്വാഭാവികമായിട്ടും അവൻ നമ്മെ പതിയെ പതിയെ വിട്ട് അകന്ന് പൊയ്ക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ജനനമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് നമ്മൾ മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുകയാണ്. ഈ മൂന്നാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ മൂന്നാമത്തെ രഹസ്യത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് എത്തുവാൻ ഞാൻ പറഞ്ഞു, ആദ്യം മംഗളവാർത്ത അമ്മ സ്വീകരിച്ചു. രണ്ടാമത് സ്വീകരിച്ച മംഗളവാർത്ത അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകവുമായി അമ്മ എലിസബത്തിനെ സന്ദർശിച്ചു. എലിസബത്തിലൂടെ അഭിവാദന സ്വരം എലിസബത്ത് ശ്രവിച്ചപ്പോൾ യേശുവിനെ വഴിയൊരുക്കാനുള്ളവനെ ഒരുക്കി നിർത്തി. അടുത്തത് യേശുവിൻ്റെ കടന്നുവരവിലേക്ക് പരിശുദ്ധ അമ്മ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട്, യേശുവിനെ ഭൂമിയിലേക്ക് കൊടുക്കുവാൻ പരിശുദ്ധ അമ്മ പ്രവേശിക്കലാണ്. യേശുവിൻ്റെ കടന്നുവരവ് എന്ന് പറയുന്നത്, യേശു സ്വർഗത്തിൽ നിന്ന് ഓൾറെഡി ഭൂമിയിലേക്ക് അമ്മയുടെ ഉദരത്തിലേക്ക് എത്തി. യേശു അവിടെ ജാതനായി അമ്മയുടെ ഉദരത്തിൽ, അത് ഭൂജാതനാകുക എന്ന് പറയുന്ന, ഭൂമിയിലേക്ക് ക്രിസ്തു കടന്നു വരാനായിട്ടുള്ള ഡേറ്റ്, അതായത് പരിശുദ്ധ അമ്മയുടെ ഡേറ്റാണ് നമ്മൾ ആഘോഷിക്കുന്ന ഡിസംബർ 25. അപ്പോൾ ആ ഡേറ്റിലേക്ക് പരിശുദ്ധ അമ്മ വരികയാണ്. ആ ഡേറ്റിലേക്ക് അമ്മ വന്നു. കാലിത്തൊഴുത്തിൽ വൃത്തിഹീനമായ ചുറ്റുപാടിൽ അമ്മ ആയിരുന്നു കൊണ്ട് അർദ്ധരാത്രിയിൽ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ അമ്മ വഴിയൊരുക്കി എന്നുള്ളതാണ്. അമ്മ വഴിയൊരുക്കി. ക്രിസ്തു അതുവരെ ഞാൻ പറഞ്ഞു, വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് പോലെ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ തടവുകാരനായിട്ട് ക്രിസ്തു നിൽക്കുക. അമ്മ കൊണ്ടു ചെന്ന്, അമ്മ എവിടെ താമസിച്ചോ അവിടെ സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല, കൊടുത്തില്ല. ആര്? സ്വർഗം അനുവദിച്ചില്ല. സ്വർഗം എങ്ങോട്ട് കൊണ്ടുപോയി? കാലിത്തൊഴുത്തിലേക്ക് പരിശുദ്ധമ്മയെ കൊണ്ടുപോയി. കാലിത്തൊഴുത്തിൽ ദൈവപുത്രന് ജനനം കൊടുക്കുവാൻ അമ്മയെ കാലിത്തൊഴുത്തിലേക്ക് സ്വർഗം നയിച്ചു എന്നുള്ളതാണ്. കാലിത്തൊഴുത്തിലേക്ക് പരിശുദ്ധമ്മ കടന്നു വന്ന് അവിടെ തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുക്കുന്നത് മൂന്നാമത്തെ രഹസ്യമായിട്ട് നമ്മൾ ധ്യാനിക്കുക. ഈ മൂന്നാമത്തെ രഹസ്യത്തിൽ ലോകം മുഴുവനുമുള്ള സദ്വാർത്തയാണ് ഈ ലോകത്തിലേക്ക് വന്ന് വീഴുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്ന ലോകത്തെ തന്നെ രണ്ടായിട്ട് വിഭജിച്ച ദൈവപുത്രൻ കടന്നു വന്ന യേശുവിൻ്റെ ജനനം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പുത്രൻ വന്ന് 33 വർഷക്കാലം ഭൂമിയിൽ വസിച്ച് തിരിച്ചുപോയി. 33 വർഷക്കാലം ക്രിസ്തു ഭൂമിയിൽ വസിച്ചു. തിരിച്ച് പിതാവിൻ്റെ അടുത്തേക്ക് അവൻ മടങ്ങി. പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവനായിരിക്കുന്നു, ഉപവിഷ്ടനായിരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും വരും, പോയതുപോലെ അവൻ തിരിച്ചു വരുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞ പ്രവചനത്തിൻ്റെ ദൂതന്മാർ വീണ്ടും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ജനത്തെ ഒരുക്കാൻ ശുശ്രൂഷകരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, 33 വർഷക്കാലത്തേക്ക് ക്രിസ്തുവിന് ഈ ഭൂമിയിൽ വന്ന്, ഈ ഭൂമിയിൽ ക്രിസ്തു ജീവിച്ച ഈ 33 വർഷം ക്രിസ്തുവിന് വേണ്ടി വരില്ല ഒരിക്കലും. നമ്മളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ, ദൈവം വന്നു കാൽവരിയിൽ യാഗമായി ലോകത്തെ രക്ഷിക്കാം. സിമ്പിൾ. അതിനുവേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത വഴികളിലേക്ക് നിങ്ങൾ പോകുമ്പോഴാണ് മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുന്നതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകുന്നത്. മൂന്നാമത്തെ രഹസ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇത് ഡിസംബർ 25
സപ്പോസ് നമ്മളിപ്പോൾ പറയുകയാണ്, അങ്ങനെ നമുക്ക് പറയാം, ആ ഡിസംബർ 25 നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ ദിവസം, അതല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തു പുറത്തു വന്ന ദിവസം, ഈ ദിവസം യേശുവിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട ദിവസം ആയിരുന്നെങ്കിൽ പോലും അവിടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ട് നമ്മളതിനൊന്ന് കാണുക. നിങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദിവസമായിട്ട് ആ ദിവസത്തെ നിങ്ങളൊന്ന് കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നുള്ളത്. ഈ ദൈവപുത്രൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുകയാണ്. ഈ അമ്മയുടെ ഉദരത്തിൽ ദൈവപുത്രൻ ഉരുവായ ഈ സമയത്തെല്ലാം അമ്മ സഹിച്ച മനോവ്യഥകളുണ്ട്, അമ്മ ചെയ്ത പ്രാർത്ഥനകളുണ്ട്, അമ്മ കടന്നുപോയ വഴികളുണ്ട്, അമ്മ ചെയ്ത ശുശ്രൂഷകളുണ്ട്, അമ്മ സന്ദർശിച്ച വ്യക്തികളുണ്ട്. ഇതെല്ലാം അമ്മ സ്വീകരിച്ചതിന് ശേഷം അമ്മ തൻ്റെ ഉദരത്തിലായിരിക്കുന്ന പുത്രനെ ലോകത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്ന സമയം, അതായത് അമ്മ മുറിയപ്പെടുന്ന സമയമാണ് ഡിസംബർ 25. കാരണം പുത്രൻ ലോകത്തിലേക്ക് വരുന്നത് രാജാവായിട്ട് അവരോധിക്കപ്പെടാനാണെങ്കിലും അമ്മയെ സംബന്ധിച്ച് പുത്രനെ വെട്ടി നുറുക്കി കൊന്നു കുഴിച്ചു മൂടാൻ അമ്മ വിട്ടുകൊടുക്കുന്ന ദിവസമാണ് ഡിസംബർ 25. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും നമ്മളെടുക്കുക, ലോകത്തിൻ്റെ എല്ലാ വൃത്തിഹീനമായ അവസ്ഥകളിലേക്കും സ്വർഗത്തിലായിരുന്ന ദൈവപുത്രൻ സ്വർഗത്തിൻ്റെ ആരാധനകൾ, സ്വർഗത്തിൻ്റെ അന്തരീക്ഷം, സ്വർഗീയമായിട്ടുള്ള അവസ്ഥകളെല്ലാം ഉപേക്ഷിച്ച് ലോകത്തെ സൃഷ്ടിച്ച തൃത്വത്തിലെ രണ്ടാമൻ ഭൂമിയിലേക്ക് വന്നിറങ്ങുന്ന യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ സഹനമാണ് ഡിസംബർ 25. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഡിസംബർ 25, അഥവാ ക്രിസ്തുമസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറച്ചി മീനൊക്കെ വാങ്ങി തിന്നു കുടിച്ച് ആഘോഷിക്കുന്ന ദിവസം, ക്രിസ്തുവിൻ്റെ പ്രഥമ സഹനം. ആ സഹനത്തിലേക്ക് അമ്മ പുത്രനെ വിട്ടുകൊടുക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, എനിക്ക് ആഘോഷിക്കാൻ അവസരം കിട്ടി. ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, എനിക്ക് ആഘോഷിക്കാൻ ഒരു അവസരം കിട്ടി. അതിനുവേണ്ടി നമ്മളൊരു 25 നൊയമ്പെടുക്കും, 25 നിയോഗങ്ങൾ സമർപ്പിക്കും. എന്നിട്ട് ദൈവത്തോട് പറയും, നിൻ്റെ ജന്മദിന സമ്മാനമായിട്ട് ഇത് നീ എനിക്ക് തരണം. അവിടെയും കർത്താവിന് നമ്മൾ ഫ്രീ ആയിട്ട് നീ വന്ന് ജനിക്കണ്ട. ആമേൻ, ഹല്ലേലൂയ. നീ വെറുതെ വന്ന് ജനിക്കണ്ട. നീ ജനിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എൻ്റെ 25 ആവശ്യത്തിലേക്ക് കടന്നു വാ. അതിനുവേണ്ടി നമ്മളൊരു പ്രയറും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ? ആദ്യം മെഴുകുതിരികൾ, പുൽക്കൂട്, വൈക്കോല് എന്നൊക്കെ പറഞ്ഞ് അത് ഓരോ ദിവസവും വാട്സാപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് പുൽക്കൂടാണ്, നാളെ മെഴുകുതിരിയാണ്, പൂജ രാജാക്കന്മാരാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിക്കാൻ കാരണത്തെ അന്വേഷിച്ച് നടക്കുന്ന ക്രിസ്തീയവർഗം, നിയോഗങ്ങൾ സമർപ്പിക്കാൻ പഴുതു നോക്കി നടക്കുന്ന ക്രിസ്ത്യാനികൾ, കർത്താവ് ലോകത്തിലേക്ക് വന്ന കർത്താവിൻ്റെ പ്രഥമ സഹനത്തെ നിയോഗങ്ങൾ നേടിയെടുക്കുന്ന ദിവസമായിട്ട് നമ്മൾ കണ്ടിരിക്കുക. അതിനുവേണ്ടി നമ്മൾ 25 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങും. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനല്ല. എൻ്റെ നിയോഗങ്ങൾ അവൻ ലോകത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വരണം. എൻ്റെ നിയോഗങ്ങൾ സാധിക്കാൻ അവൻ ഭൂമിയിലേക്ക് വരുന്ന രഹസ്യമാണ് മൂന്നാമത്തെ രഹസ്യം. നമ്മളത് ധ്യാനിക്കുമ്പോൾ അതിനകത്ത് നമ്മളൊരു സ്വർഗസ്നായിയും 10 നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ നമ്മൾക്കൊരു ചിന്തയുണ്ട്, ഈ മൂന്നാമത്തെ രഹസ്യത്തിൽ ഈശോ എൻ്റെ ആവശ്യങ്ങളിൽ ജനിച്ചു എന്നുള്ളത് അല്ല. ഈശോ ജനിച്ചത് എൻ്റെ പാപത്തെ പ്രതിയാണ്. മൂന്നാമത്തെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്ന് പറയുമ്പോഴും അതിൽ അമ്മയ്ക്കും പുത്രനും അത് സന്തോഷത്തിൻ്റെ രഹസ്യം എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മ പുത്രനെ ലോകത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസം ഒരിക്കലും അമ്മയ്ക്ക് സന്തോഷമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പുത്രൻ ലോകത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നത് അവൻ മുറിയപ്പെടാനാ. ഒരിക്കലും ഒരമ്മയും സ്വന്തം മക്കളെ മുറിയപ്പെടാൻ വിട്ടുകൊടുക്കുമോ? ഇല്ല. അമ്മ സഹിച്ച വ്യാകുലത്തിൽ വേണമെങ്കിൽ അതും പെടുത്താൻ പറ്റും. രണ്ടാമത്തേത് പുത്രൻ സഹിച്ച സഹനം, അതായത് സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ ആരാധനകളെ വിട്ട്, മാലാഖവൃന്ദങ്ങളെ വിട്ട്, പിതാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ പുത്രൻ സഹിച്ച സഹനത്തിൻ്റെ ആദ്യത്തെ സഹനം ആന
ഉറുമ്പാകുന്നതിന് തുല്യമായിട്ട് ക്രിസ്തു ചെറുതായ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ സഹനമാണ് മൂന്നാമത്തെ സന്തോഷത്തിൻ്റെ രഹസ്യം. നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? സന്തോഷം സകല മർത്യർക്കും വേണ്ടിയിട്ടുള്ള സന്തോഷം, ഒറ്റയൊരു സന്തോഷം. അതെന്താണെന്നറിയോ? നമ്മുടെ പാപങ്ങൾ തൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി നമ്മളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കാൻ എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി അവതരിച്ചു. ആ ഒരു സന്തോഷം മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസിനുണ്ടാകാൻ പാടുള്ളൂ. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി രക്ഷകൻ അവതരിച്ചതല്ല ക്രിസ്മസ്. നിങ്ങളുടെ 25 നൊയമ്പിൻ്റെ പൂർത്തീകരണത്തിൽ രക്ഷകനെ നിങ്ങൾ അവതരിപ്പിക്കരുതൊരിക്കലും. അത് തെറ്റാ. കാരണം 25 നൊയമ്പ് ക്രിസ്തുവിനെ എതിരേൽക്കാനുള്ളതായിരിക്കണം ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ഓരോ 25 നൊയമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നത് ആവശ്യങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ടാണ്. നിയോഗങ്ങളുടെ ഒരു ബണ്ടൽ, ഒരു ചാക്ക് തന്നെ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ വേസ്റ്റിലേക്കാണ് ക്രിസ്തുവിന് ജനനം കൊടുക്കാനായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂട് കൊണ്ടുപോയി വെക്കുന്നത്. നിയോഗങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾക്ക് മുകളിലാണ് ക്രിസ്തുവിന് ജനിക്കാനുള്ള പുൽക്കൂട് നമ്മൾ ഒരുക്കുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഇതല്ല മൂന്നാമത്തെ രഹസ്യം. ഈ രഹസ്യത്തിൽ അമ്മ ധ്യാനിച്ചത് ഇതല്ല പ്രിയപ്പെട്ടവരെ. അമ്മയുടെ സഹനത്തിലേക്ക് നിങ്ങൾ മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നിങ്ങളെടുത്തേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം ഇപ്രകാരം വായിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിച്ച അതേ വചനഭാഗത്തിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ 21 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പരിശുദ്ധമയ രഹസ്യത്തിൽ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ളത് തുടക്കത്തിലുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മളുടെ ലക്ഷ്യം മൂന്നാമത്തെ രഹസ്യം മാത്രമായതുകൊണ്ട്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ വന്നു പറഞ്ഞു, നീ അവന് യേശു എന്ന് പേരിടണം. വീണ്ടും വിശുദ്ധ യൗസേപ്പിനോടും പറയുന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. വീണ്ടും മാലാഖ വന്ന് വിശുദ്ധ യൗസേപ്പിന് ദർശനത്തിൽ കൊടുക്കുന്ന വെളിപ്പെടുത്തൽ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വെളിപ്പെടുത്തൽ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഏതെല്ലാം സംഭവിച്ചു? ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. അവിടെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നു. കന്യക ഗർഭം ധരിക്കണം. കന്യക ഗർഭം ധരിക്കണം. അന്നുവരെ സംഭവിക്കാത്തത് അന്ന് സംഭവിക്കണം. അതാണ് പ്രവചനം എന്ന് പറയുന്നത്. അന്നുവരെ സംഭവിക്കാത്തത് അന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകാല പ്രവചനം. ആ പ്രവചനത്തിൽ കന്യക ഗർഭം ധരിക്കുക സാധ്യമല്ലാത്ത, മനുഷ്യദൃഷ്ടിയിൽ സാധ്യമല്ലാത്ത കാര്യം. അതാണ് പരിശുദ്ധ അമ്മ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇത് യൗസേപ്പ് പിതാവിനോട് ക്രിസ്തു ദൈവത്തിൻ്റെ മാലാഖ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലനേഷനോട് കൂടെയാണ് പരിശുദ്ധ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് മാലാഖ പറയുന്നത്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് തീർപ്പോടുകൂടെ പറയുന്നത് വിശുദ്ധ യൗസേപ്പിനോടാണ്. പരിശുദ്ധ അമ്മ പ്രസൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. മുറിച്ച മുറിയാണ്, വേറെ ഒന്നും പറയുന്നില്ല. അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അവിടെയും മുറിച്ച മുറിയാൽ മാലാഖ നിർത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ വിശുദ്ധ യൗസേപ്പിനോട് പറയുമ്പോൾ എക്സ്പ്ലനേഷൻ കൂടുക. ഇത് തന്നെ നമ്മളോട് പറയുമ്പോൾ ഈ എക്സ്പ്ലനേഷൻ്റെ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നെ വരും. കാരണം എന്താണെന്നറിയോ? നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവം അനുസരിച്ചാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ
നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തലത്തോട് നമ്മൾ എത്രത്തോളം ഉയർന്നിരിക്കുന്നുവോ അതനുസരിച്ചാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതും നമ്മിൽ നിന്ന് പുറപ്പെടുന്നതും. ഈ ഒരു ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പൂർത്തിയാകാത്തവരാണ് എന്നെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നറിയോ? ഇവരൊരു നിയോഗവും പറഞ്ഞു വരുമ്പോൾ ഒരു പാരഗ്രാഫ് തന്നെ കർത്താവിന് കൊടുക്കും. ചിലപ്പോൾ ഒരു എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന പോലെ 3-4 പേജസ് ഉണ്ടാകും ഒരു നിയോഗം. ഹല്ലേലൂയ. കൗൺസിലിങ്ങിന് വരുമ്പോൾ ഇങ്ങനെയുള്ളവരാണോ കർത്താവിൻ്റെ മുൻപിൽ വിശ്വാസികളല്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നറിയോ? അവർ കാര്യകാരണ സഹിതം എല്ലാം വന്ന് വിളമ്പും. ഞങ്ങളുടെ അടുത്ത് എല്ലാം വന്ന് പറയും, ബ്രദറെ ഞാൻ ഈ വഴി ഇങ്ങനെ പോവുകയായിരുന്നു, അതിലെ പോയപ്പോൾ ഇങ്ങനെ ചുറ്റി വന്ന് അവിടെ ചെളി കിടന്നിരുന്നു, ഞാൻ ചവിട്ടിയില്ല, ഞാൻ ചുറ്റിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം ചെന്നിട്ടായിരിക്കും പറയുന്നത് എനിക്ക് വയറുവേദനയായിരുന്നു. അപ്പോൾ എനിക്ക് വയറുവേദനയായിരുന്നു എന്ന് മാത്രം പറയേണ്ടതിന് പകരം അത് തുടങ്ങിയ ദിവസത്തിൽ പല്ല് തേച്ചത് മുതൽ തുടങ്ങും. പല്ല് തേച്ചത് മുതൽ തുടങ്ങി അവസാനം പറയും എനിക്ക് വയറുവേദനയായിരുന്നു. ഞാൻ ചോദിക്കും, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഈശോയ്ക്ക് അറിയേണ്ടത് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രമാണ്. എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ല തമ്പുരാൻ്റെ മുൻപിൽ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നും അറിയാത്തവനാണല്ലോ, എല്ലാം പറഞ്ഞു പഠിപ്പിക്കണ്ടേ? എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക ദൈവത്തിന് ഒരാവശ്യവുമില്ല. നീ ചെയ്ത പാപം മാത്രമേ ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടെ അല്ലാതെ നീ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ദൈവം അറിയാത്തതൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ദൈവം അറിയാത്തതൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ എക്സ്പ്ലനേഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ മാറിയിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ വന്ന് പറയുന്ന രീതി കാണുമ്പോൾ അറിയാം ദൈവത്തെ അറിഞ്ഞിട്ടുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അവർ പ്രാർത്ഥിച്ചിട്ടുമില്ല, പ്രാർത്ഥിക്കാറുമില്ല. അങ്ങനെയുള്ളവരാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ദൈവത്തിന്, എല്ലാം വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല. വിശദീകരണം വേണ്ട. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എനിക്കിതാണ് അവസ്ഥ, മതി, എൻ്റെ അവസ്ഥ ഇതാ, അതിൻ്റെ കാര്യവും കാരണവും വേരുകളും ക്രിസ്തുവിനറിയാന്നേ, നീ പറഞ്ഞിട്ട് വേണ്ട. അവൻ ആ കാര്യത്തെ സുഖപ്പെടുത്തും. നിൻ്റെ രോഗത്തെയല്ല, അതിൻ്റെ കാരണത്തെ സുഖപ്പെടുത്തുന്നവനാണ് കർത്താവ്. അതുവഴി നിൻ്റെ രോഗം സൗഖ്യമാക്കപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നിങ്ങളുടെ നിയോഗങ്ങളല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഇപ്പോഴും എപ്പോഴും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും എപ്പോഴും. പരിശുദ്ധമ്മയോടും പറഞ്ഞത് അത് തന്നെ. പരിശുദ്ധമ്മയുടെ 2ാമത്തെ പ്രാർത്ഥനയിൽ, പരിശുദ്ധ മറിയമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുമാണ്. അപ്പം നീ ഇപ്പോഴത്തെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുക. പിന്നെ നീ ചിന്തിക്കേണ്ടത് നിൻ്റെ മരണസമയത്തെ പറ്റിയാണ്. മരണസമയം, മരിക്കാനുള്ള സമയം, അത് ദൈവത്തിൻ്റെ കൈകളിലാണ്. അത് അമ്മനെ ഏൽപ്പിച്ചാൽ നീ സേഫാണ്. അപ്പോൾ ആ മരണസമയത്തിന് വേണ്ടി നിൻ്റെ മുഴുവൻ ജീവിതത്തെ വിശുദ്ധിയിൽ നടത്താൻ പരിശുദ്ധമ്മയ്ക്കറിയാം. പക്ഷെ നീ അത് വിശ്വാസത്തോടെ ചെല്ലണമെന്നേ ഉള്ളൂ. വിശ്വാസത്തോടെ പരിശുദ്ധ മറിയമ്മേ ചെല്ലിയാൽ മരണസമയത്തിന് വേണ്ടി നിൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നെ കാത്തു സൂക്ഷിക്കാൻ നിൻ്റെ അമ്മയ്ക്കറിയാം. പക്ഷേ നമ്മൾ വിശ്വാസത്തോടെ അല്ല, ചൊല്ലിത്തീർക്കാൻ വേണ്ടിയിട്ടാണ് ജപമാല ചൊല്ലുന്നത് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മുടെ മുന്നിൽ, നമ്മുടെ കാര്യങ്ങളിൽ ദൈവമായ കർത്താവിന് ഇടപെടാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇടപെടാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരു തരം വായനകളാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തരം വായനകളാണ്. കുറേ നേരം ഇങ്ങനെ തല പറഞ്ഞ്, പിന്നെ ഇവിടെ നിന്ന്, പിന്നെ ഇതിൽ നിന്ന് പറിച്ചെടുത്ത്, പിന്നെ ഇവിടെ കുറച്ച് നേരമായിട്ട് ഇളക്കി, ഇതെല്ലാം കഴിഞ്ഞെടുത്ത് അതിനോടുകൂടെ പ്രാർത്ഥനയുണ്ട്. ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കി, പിന്നെ ജമാലും, പിന്നെ ഫോൺ നോക്കും, പിന്നെ ജമാല ചൊല്ലി. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനകളിലൊന്നും ക്രിസ്തു സംപ്രീതനല്ല. ഈ പ്രാർത്ഥനകളിലൊന്നും ക്രിസ്തു സംപ്രീതനല്ല. ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിൻ്റെ ജനനത്തെ അറിഞ്ഞാൽ അത് ആഘോഷിക്കുന്നതിനേക്കാൾ അവനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങും. നമ്മളൊരു ക്രിസ്മസിനും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നില്ല, മറിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ദിവസമാണ് ക്രിസ്മസ്. ക്രിസ്ത്യാനി എല്ലാ ആഘോഷങ്ങളുടെയും പുറകെ പോകുന്ന ക്രിസ്ത്യാനിയാണ്. പള്ളിത്തിരുന്നാളുകളാണെങ്കിലും എന്താണെങ്കിലും ആഘോഷിക്കാനുള്ള വകുപ്പാണ് നമ്മൾ നോക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുക ലോകത്തിലേക്ക്. ഓരോ വർഷവും നമ്മൾ ക്രിസ്മസ്, ഈ 3ാമത്തെ രഹസ്യം നമ്മൾ ഓരോ വർഷവും ആചരിക്കുക. 3ാമത്തെ രഹസ്യം. ബാക്കിയുള്ള 2 രഹസ്യങ്ങൾ, കഴിഞ്ഞു പോയ ബാക്കിയുള്ള 2 രഹസ്യങ്ങളും ഇനി വരാനിരിക്കുന്ന 2 രഹസ്യങ്ങളും നിങ്ങൾക്ക് ധ്യാനിച്ചാൽ മനസ്സിലാകും, അതൊന്നും ആവർത്തിക്കപ്പെടുന്നില്ല. പക്ഷേ ക്രിസ്മസ് എന്ന് പറയുന്ന 3ാമത്തെ രഹസ്യം വർഷാവർഷം ആവർത്തിക്കപ്പെടുന്ന രഹസ്യമാണ്. സന്തോഷത്തിൻ്റെ 3ാമത്തെ രഹസ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വർഷവും ആവർത്തിക്കപ്പെടും. ക്രിസ്തു 25-ന് എത്തും.
25-ന് ക്രിസ്തുവിൻ്റെ ജനനത്തെ നമ്മൾ ആഘോഷിക്കും. നേരെ മറിച്ച് മംഗളവാർത്തയെ നമ്മൾ ആഘോഷിക്കുന്നില്ല. മംഗളവാർത്ത തിരുനാളുണ്ട് എങ്കിൽ പോലും അതിനെ നമ്മൾ ആഘോഷമാക്കുന്നില്ല. ബാക്കിയുള്ള തിരുനാളുകളൊന്നും ആഘോഷമാക്കുന്നില്ല. പക്ഷേ ഡിസംബർ 25 എന്ന് പറയുന്ന മൂന്നാമത്തെ രഹസ്യം ആഘോഷമാക്കുന്ന രഹസ്യം. എല്ലാ വർഷവും ഈ മൂന്നാമത്തെ രഹസ്യം നിൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കുന്ന രഹസ്യമാണ് സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയാണ് ആ രഹസ്യത്തിൻ്റെ പ്രാധാന്യം. മൂന്നാമത്തെ രഹസ്യത്തിൻ്റെ പ്രാധാന്യം, ഇത് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് 50 വയസ്സുണ്ടോ 50 തവണ നീ അത് ആഘോഷിച്ചിട്ടുണ്ട്. എത്ര പ്രായം നിനക്കുണ്ടോ അത്രയും തവണ മൂന്നാമത്തെ രഹസ്യം നിന്നിൽ മാംസം ധരിച്ച രഹസ്യമാണ് നീ ക്രിസ്ത്യാനിയാണെങ്കിൽ. അതായത് ഈ രഹസ്യം ഇപ്പോൾ 50 വയസ്സ് 40 വയസ്സ് 30 വയസ്സുള്ള വ്യക്തി ഈ 30, 40, 50 വർഷവും ഇത് ആഘോഷിച്ചു കടന്നുപോയി. അതിൽ ഒരു 6-7 വയസ്സ് മുതൽ ഇങ്ങോട്ട് ഓർമ്മയുണ്ടാകും. ബാക്കി അതിന് മുന്നേ ഉള്ളത് മാതാപിതാക്കളുടെ കൈകളിലായിരിക്കും നമ്മൾ ആഘോഷിച്ചത്. എങ്കിൽ പോലും ഈ ആഘോഷിച്ച ഈ രഹസ്യം സന്തോഷത്തിൻ്റെ മൂന്നാമതായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും ഈ ആഘോഷത്തെ ഒരു തവണയെങ്കിലും സന്തോഷത്തിൻ്റെ ഈ മൂന്നാമത്തെ രഹസ്യം ചെല്ലിയപ്പോൾ നീ ഒന്ന് ഓർത്തിട്ടുണ്ടോ? ഉണ്ടാവില്ല. സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം നമ്മൾ ചെല്ലുമ്പോൾ ക്രിസ്മസിനെ കുറിച്ച് ഒരു തവണ ഓർത്ത് ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഓർക്കില്ല. കാരണം അവിടെ നമ്മൾ ആ രഹസ്യത്തെ ധ്യാനിച്ചിട്ടില്ല, വായിച്ചിട്ടേ ഉള്ളൂ. ആ രഹസ്യത്തെ നമ്മൾ ആ രഹസ്യത്തിൽ എഴുന്നുള്ള ക്രിസ്തുവിനെ ആരാധിച്ചിട്ടില്ല, മറിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ, മൂന്നാമത്തെ രഹസ്യത്തിൻ്റെ പ്രത്യേകത രഹസ്യമാകാൻ കാരണം അത് വർഷാവർഷം നീ ആഘോഷിക്കുന്ന തിരുനാളാണ്. മൂന്നാമത്തെ രഹസ്യം തിരുനാൾ എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്തുവിൻ്റെ കടന്നുവരവാണ് മൂന്നാമത്തെ രഹസ്യം. വർഷാവർഷം ഓരോ വർഷവും, കഴിഞ്ഞ വർഷം ഞാൻ ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ എൻ്റെ ജീവിത അവസ്ഥയിൽ നിന്ന് ഈ വർഷം വരുന്ന ഡിസംബറിൽ ഞാൻ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിത അവസ്ഥയിൽ ഒരു പക്ഷേ ഒരു പാപം കുറഞ്ഞിട്ടുണ്ടാകാം, കൂടിയിട്ടുണ്ടാകാം. എൻ്റെ കടബാധ്യത കുറഞ്ഞിട്ടുണ്ടാകാം, കൂടിയിട്ടുണ്ടാകാം. കഴിഞ്ഞ വർഷം എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു, ഈ വർഷം എനിക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈശോ ഓരോ വർഷവും ക്രിസ്മസിന് എഴുന്നള്ളി വരുന്നത് നിൻ്റെ അതാത് വർഷത്തെ അവസ്ഥകളിലേക്കാണ് ക്രിസ്തു വരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ആരോഗ്യമായിരുന്നു, ഈ വർഷം എനിക്ക് ആരോഗ്യമില്ല. അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് അനാരോഗ്യത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ച പാപം എന്നിലുണ്ടായി. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത്തേത്, ഈ ഒരു കഴിഞ്ഞ വർഷം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ഈ വർഷം അത്രയും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയ അരൂപി കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം എനിക്ക് കൂടുതലാണ്. സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, കഴിഞ്ഞ വർഷത്തിൽ നീ വന്നപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ? ഇനി അടുത്ത വർഷത്തിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ ക്രിസ്തുവേ നീ ലോകത്ത് ജാതനാകുമ്പോൾ അതിനേക്കാൾ മികവുറ്റതാക്കി എൻ്റെ ആത്മസ്ഥിതിയെ നീ മാറ്റണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു വേണം മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കാൻ. കാരണം ഈ മൂന്നാമത്തെ രഹസ്യത്തിൽ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് എമ്മാനുവേൽ അന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ വഴി അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഇത് മത്തായിയുടെ സുവിശേഷത്തിലുള്ളത്. ജോസഫ് തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. എങ്ങനെ സ്വീകരിച്ചു? പരിശുദ്ധാത്മാവിനോട് കൂടെ ഭാര്യ ജോസഫിലേക്ക് വന്നു. ഭാര്യ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ തനിച്ചല്ല, പരിശുദ്ധാത്മാവിനോട് കൂടെ, ദൈവപുത്രനോട് കൂടെ വിശുദ്ധ യൗസേപ്പ് പിതാവിന് പരിശുദ്ധമ്മ നൽകപ്പെട്ടു. ഈ നൽകപ്പെട്ട പരിശുദ്ധമ്മയെ ജോസഫ് സ്വീകരിച്ചു. പുത്രനെ കാണുന്നതുവരെ, പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. കാരണം
ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ഇവളെ പറ്റിയാണോ ഇതുവരെ പറഞ്ഞിരുന്ന കന്യക എന്നുള്ളത് അവൻ അറിഞ്ഞില്ല. ഇതുവരെ ഈ പ്രവചിക്കപ്പെട്ട പ്രവാചകന്മാർ പറഞ്ഞ പരിശുദ്ധയായ മറിയം ഇവളായിരുന്നോ എന്നുള്ളത് ജോസഫ് അറിഞ്ഞില്ല. പരിശുദ്ധ കന്യകയുടെ പരിശുദ്ധിയുടെ തലം എന്താണെന്നുള്ളത് ജോസഫ് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ജോസഫ് എന്ന് പറയുന്ന വിശുദ്ധ യോസേപ്പ് പിതാവ്, പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയാണ് തന്നോട് കൂടെ ആയിരിക്കുന്നത്. ലോകത്തിൻ്റെ രക്ഷകൻ്റെ അമ്മയാണ് തന്നോട് കൂടെ തനിക്ക് ഭാര്യയായി നൽകപ്പെട്ടതെന്ന് അറിഞ്ഞത് പുത്രൻ വന്നതിന് ശേഷമാ. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുത്രൻ വരുന്നതുവരെ വളർത്തു പിതാവ് അറിഞ്ഞില്ല ആരാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സ്ത്രീ എന്നുള്ളത്. വളർത്തു പിതാവായ വിശുദ്ധ യോസേപ്പ് ക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ചില്ല. സ്വർഗം, പ്രിയമുള്ള ദൈവജനമേ, ചിലതെല്ലാം ഇങ്ങനെയാ. എല്ലാം നമ്മൾക്ക് മുൻകൂട്ടി തന്നിട്ടല്ല കർത്താവ് ചില അവസരങ്ങളിൽ നമ്മളെ വിടുന്നത്. പ്രിയമുള്ളവരെ, ചില അവസരങ്ങളിൽ കർത്താവ് നമ്മളെ തനിയെ യാത്രയാക്കും. നീ ഒറ്റയ്ക്ക് പോകണം, നീ ഇത് ചെയ്യണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പോലും നമുക്കുണ്ടാവില്ല. ചുറ്റും അന്ധകാരം നമുക്ക് ഫീൽ ചെയ്യും. ആരും സഹായിക്കാനില്ലാത്ത ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ദൈവത്തിന് നിങ്ങൾ നന്ദി പറയുക. കർത്താവ് തന്ന ഒരു ട്രെയിനിങ് പീരീഡാണത്. എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കലാണതിൽ. അതെല്ലാം ഒരു തരത്തിൽ നമ്മൾ കർത്താവിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കോളേജിൽ അവൻ്റെ സിലബസ് നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് അവൻ പറയുന്ന എക്സാം അറ്റൻഡ് ചെയ്ത് അതിന് ക്വാളിഫൈഡായി തീരുമ്പോൾ, നമ്മൾ ആ എക്സാം വിൻ ചെയ്ത് കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത തലത്തിലേക്ക് ദൈവം നമ്മളെ എടുത്തുയർത്തുന്നൊരു തലമാണത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന സഹനങ്ങൾ, കർത്താവ് നമുക്ക് തരുന്ന ചില പ്രത്യേക ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. നിങ്ങളതിൽ നിരാശപ്പെടരുത്. കർത്താവിൻ്റെ വലിയ പദ്ധതി അതിന് പുറകിലുണ്ട്. നിന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വലിയ പദ്ധതിയുണ്ട് അതിന് പുറകിൽ. കാരണം ദൈവം ഏതെങ്കിലും ജീവിതയാത്രയിൽ നമ്മെ തനിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ആരെക്കൊണ്ടും ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മളെ കൊണ്ട് ചെന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, മറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ അദൃശ്യമായ കരങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ അദൃശ്യമായ കരങ്ങൾ നമുക്ക് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജോസഫിനെ, വിശുദ്ധ യോസേപ്പ് പിതാവിനെ പറ്റി പറയുന്നു, കുഞ്ഞ് ശിശു ജനിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. ശിശു ജനിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. യോസഫ് അറിഞ്ഞില്ല പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഈ സ്ത്രീ ആരാണെന്നുള്ളത് ജോസഫിന് അറിയില്ല. പ്രിയമുള്ള ദൈവജനമേ, ഈ ജപമാല നമുക്ക് തരുമ്പോഴും നമ്മളെ പറ്റിയും കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ്. ഇത്രയും നാളും ഇത്രയും വർഷം അമ്മയുടെ ജപമാല ചൊല്ലിയപ്പോഴും അവൾ ആരാണെന്നുള്ളത് നമ്മളും അറിഞ്ഞിട്ടില്ല. നമ്മൾ ജപമാല ചൊല്ലിയിട്ടുണ്ട്, പരിശുദ്ധ അമ്മ ആരാണെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. ജപമാല എന്താണെന്നുള്ളതും ഇപ്പോഴും നമുക്കറിയില്ല. ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ ഈശോ എന്നെ ആദ്യം പഠിപ്പിച്ചത് വചനമല്ല, ജപമാലയാണ്. ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ വചനം എടുത്ത് വായിക്കാനല്ല ഈശോ എന്നെ പഠിപ്പിച്ചത്. എല്ലാ ശുശ്രൂഷകരും വചനത്തിലാണ് ആഴപ്പെടുന്നത്. പക്ഷെ ഞാൻ ആഴപ്പെട്ടത് ജപമാല ഭക്തിയിലാണ്. ജപമാല വായിക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടത്. വീണ്ടും ജപമാല വായിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ജപമാല ചൊല്ലാൻ പറഞ്ഞു, വീണ്ടും ജപമാല തന്നെ. അപ്പോൾ ഞാൻ ജപമാലയ്ക്ക് ബ്രേക്ക് കൊടുത്ത് വചനം എടുക്കും. വചനം വായിച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പറയും ജപമാല വായിക്കാൻ പറയും. ആ ജപമാല പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം വർഷങ്ങൾ ജപമാല മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ദിവസം 25 കൊന്ത, അതായിരുന്നു കണക്ക്. ഒരു ദിവസം 25 കൊന്ത മിനിമം ചെല്ലുമായിരുന്നു. കുറഞ്ഞതാണ് കേട്ടോ, കൂടിയതല്ല. 25 ചെല്ലും. അത് ചൊല്ലിയിരിക്കും. നാവ് ആ രീതിയിലായി. അത് വെറുതെ സംസാരിച്ചാലും നന്മ നിറഞ്ഞു പറയാം, അതിനിടയിൽ വരും എന്നുള്ള അവസ്ഥയിൽ നാവ് അങ്ങനെ ആക്കി തീർത്തു ഈശോ. അതിനുശേഷം ഇത് തന്നെ ഭാഷാവരത്തിൽ ചൊല്ലാൻ പഠിപ്പിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, ജപമാല പൂർണ്ണമായിട്ടും ഭാഷാവരത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കുറേ കൂടെ വേഗം ചെല്ലാൻ പറ്റും. അത് ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിൽ അഭിഷേകം തന്നതിന് ശേഷമാണ് വചനം കയ്യിൽ തന്നത്. ജപമാല പ്രാർത്ഥിച്ച അധരം വെച്ചുകൊണ്ട് വചനം വായിച്ചാൽ വചനത്തിൻ്റെ ഉൾസന്ദേശം പെട്ടെന്ന് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. ഹല്ലേലൂയ.
ഒരു പാരഗ്രാഫ് എടുത്താൽ അതിനകത്ത് ഒരു വചനത്തെ നമുക്കൊരു 120 തരത്തിലെങ്കിലും നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റും. ഒരു വചനത്തെ തന്നെ 120 തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ ഈ 120 തരവും ദൈവം അനുവദിച്ച തരത്തിലായിരിക്കണം വ്യാഖ്യാനം. സഭയ്ക്ക് പുറത്ത് നിന്നുള്ള കാഴ്ചപ്പാടുകളിലും വചനത്തെ വ്യാഖ്യാനിക്കാം. സഭാ സമൂഹങ്ങൾ വചനത്തെ വ്യാഖ്യാനിക്കുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ വ്യാഖ്യാനം മറ്റ് സമൂഹം എടുക്കുമ്പോൾ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഒരു 100 തരത്തിൽ വ്യാഖ്യാനിക്കാൻ പുറത്തുള്ള ഒരു റെഡിയാണ്. പക്ഷേ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ വചനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുള്ളൂ. ഈ വചനം എന്താണെന്നറിയണമെങ്കിൽ വചനം വായിക്കുന്ന നാവ്, വചനം വായിക്കുന്നതിന് മുൻപ് ജപമാല ചൊല്ലിയ നാവ് കൊണ്ട് വേണം നീ വചനം വായിക്കാനും ഉരുവിടാനും. അപ്പോൾ നീ ഒരു 5-4 ജപമാല ചൊല്ലുക. ആ ജപമാല ചൊല്ലിയതിന് ശേഷം, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ജപമാലയില്ലേ, സന്തോഷം, ദുഃഖം, പ്രകാശം, മഹിമ, ഇത് അതിൽ പെടില്ല. അത് നിങ്ങൾ ആദ്യമേ ചൊല്ലിയിട്ടുണ്ടാവണം. അതിനുശേഷം നിങ്ങൾ സിംഗിളായിട്ടുള്ള ജപമാലകൾ ഓരോ രഹസ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെല്ലാം. പക്ഷേ ആ 4 രഹസ്യങ്ങൾ കൂടി ഒരു ജപമാല, അത് നിങ്ങൾക്ക് മുടക്കാൻ പാടില്ല. നിങ്ങൾ ദിവസവും ചെല്ലുക. സന്തോഷം, ദുഃഖം, പ്രകാശം, മഹിമ, ഇത് ഒരു ജപമാലയാണ്. അതെല്ലാ ദിവസവും നിങ്ങൾ അതുപോലെ ചെല്ലണം. ബാക്കിയുള്ളതാണ് 2ാമത്തെ ജപമാലയുടെ ലിസ്റ്റിൽ പെടുള്ളൂ. അപ്പോൾ 2ാമത്തെ ജപമാലയായിട്ട് ഒരു ജപമാല നിങ്ങൾ 4-5 ജപമാല ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വായിക്കുമ്പോൾ ഒട്ടും മനസ്സിലാകുന്ന ചില വചനഭാഗം, ആ പോർഷൻ നിങ്ങളെടുത്ത് വായിക്കുക. പ്രിയമുള്ളവരെ, അതിൻ്റെ അർത്ഥം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നാവിൽ വരും. നിങ്ങൾ പോലും അറിയത്തില്ല, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നാവിലേക്ക് വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ പോലും അറിയത്തില്ല. ഒരിക്കൽ ഒരു വ്യക്തി ഒരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകനായിരുന്നൊരു വ്യക്തി, അദ്ദേഹം നല്ല അഭിഷേകത്തിൽ നിൽക്കുക. അപ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവോട് സന്ദേശം അനുസരിച്ച് വിവിധ ധ്യാനകേന്ദ്രങ്ങളിൽ വിവിധ പുരോഹിതരുടെ കൂടെ അദ്ദേഹം ശുശ്രൂഷ ചെയ്ത് പിന്നീട് അദ്ദേഹം പുറത്തേക്ക് പോയി. പുറത്തുനിന്ന് തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹം ജോലി വിട്ടില്ല. ജോലി വിടാതെയാണ്, പാർട്ട് ടൈമാണ് ശുശ്രൂഷയിൽ നിന്നത്. അദ്ദേഹത്തിന് ബഹുഭാഷാവരം, അതായത് നാവ് ചലിപ്പിക്കുമ്പോൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്ന ആ ഒരു കൃപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ദൈവസ്തുതിപ്പിലായതുകൊണ്ട് ഇദ്ദേഹം ഭാഷാവരത്തിൽ കുറേ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. സ്തുതിച്ചത് ഇദ്ദേഹം എഴുതുന്ന ഭാഷാവരത്തിൻ്റെ ഒരു ലിപിയുണ്ട്, അത് വ്യത്യാസമാണ്. അപ്പോൾ അതിലിങ്ങനെ എഴുതിയെടുക്കുക. സ്തുതിച്ചത് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതിയെടുത്തു. അപ്പോൾ ഒരു ചിത്രമുള്ളൊരു പാരഗ്രാഫ് എഴുതിയെടുത്തിട്ട് ഒരു തവണ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇത് ഞാൻ ഭാഷാവരത്തിൽ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചിട്ട് ബുക്ക് തുറന്നു വെച്ചിട്ട് കയ്യിൽ പേന കൊടുക്കും, അതെന്താണ് എഴുതിയത്. അപ്പോൾ ഒരു ലൈൻ പോലും ബ്രേക്ക് ആയിട്ടില്ല കേട്ടോ, കറക്റ്റ് ലൈനിലാണ് ആ ഫോണ്ട് എല്ലാം പോയിരിക്കുന്നത്. കണ്ണടച്ചിട്ട് എഴുതിയതാണ്. പക്ഷേ കയറി ഇറങ്ങിയൊന്നുമല്ല, നല്ല ഭംഗിയായിട്ട് എഴുതിയേക്കണം. ലിപി തന്നെ കാണുന്ന എന്ത് രസമെന്നറിയോ, നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുക. ഒരു 6 ലൈൻ, ഒരു A4 സൈസ് ബുക്കിൻ്റെ 6 ലൈൻ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ എഴുതി തന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഇതിൻ്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സ്തുതിക്കുക. അന്ന് ശുശ്രൂഷയുടെ ഇത്രയും തിരക്കില്ല, അപ്പോൾ നമുക്ക് നല്ല സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ ഭാഷാവർ എൻ്റെ നാവിലേക്ക് വന്ന് ഞങ്ങൾ പിന്നെ അതേ ഭാഷാവർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സ്തുതിക്കുമ്പോൾ പിന്നെ കാണുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ സുഗന്ധമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ ഭാഷാവരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് മാതാവ് കാണിച്ചു തന്നു. എത്രയും ദയുള്ള മാതാവേ എന്ന് പറയുന്ന ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്. അത് എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ചൊല്ലാൻ ഉണ്ടായ സന്ദർഭം, ഈ പ്രാർത്ഥന, ഈ സ്തുതിപ്പിലേക്ക് താങ്കൾ വരാനുണ്ടായ സാഹചര്യം എന്താ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, മകൻ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ നിൽക്കുന്ന സമയം, അതിനുശേഷം പിന്നീട് ജീവിതത്തിൽ വന്ന കെട്ടുകൾ, ദുരിതങ്ങൾ, കുറേ തകർച്ചകൾ, നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ, ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ മകനെ കളഞ്ഞു, മകനെ കൊന്നു എന്നുള്ള കേൾക്കലുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇദ്ദേഹം കുറേയൊക്കെ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ദുഃഖത്തിൽ ഞാൻ ഇരുന്നിട്ട് അതെല്ലാം ഈശോയെ നിന്നിലേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്തുതിപ്പെൻ്റെ നാവിലേക്ക് വന്നു. ഞാനെപ്പോൾ സ്തുതിക്കുമ്പോഴും പെന്നും എന്തെങ്കിലും സന്ദേശങ്ങൾ കിട്ടി എഴുതിയെടുക്കാൻ പെന്നും ബുക്കും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മടിയിൽ വെച്ചിരിക്കുക, ഞാനിതിങ്ങനെ എഴുതിയെടുക്കുക, ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സങ്കടങ്ങളിൽ ദൈവസ്തുതിപ്പായിട്ട് നമ്മുടെ സങ്കടങ്ങൾ ദൈവസ്തുതിപ്പിലേക്ക് എത്തിയപ്പോൾ ദൈവം അത് ആരെ ഏൽപ്പിച്ചു എന്ന് നിങ്ങൾ നോക്കിയേ. പരിശുദ്ധ അമ്മയ്ക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഈശോ കൈമാറിയില്ലേ?
പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം. ആമേൻ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം ഇതാണ്. പുത്രൻ അമ്മയെ ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും. പിതാവ് പുത്രനെ ഏൽപ്പിച്ചു, വിധി പുത്രൻ ഏറ്റെടുത്തു. പുത്രൻ അമ്മയെ ഏൽപ്പിച്ചു, കാരണം വിധിക്കുന്നത് നീതിയോടെ ആകണം. ദൈവം നീതിയോടെ വിധിച്ചാൽ മനുഷ്യരാരും ആ വിധിയെ അതിജീവിക്കില്ല, കാരണം നമ്മിൽ പാപമുണ്ട്. അതുകൊണ്ട് ഈ വിധിയിൽ നീതി പുലർത്താൻ മനുഷ്യന് സാധിക്കാത്തത് കാരണം പുത്രൻ എല്ലാം അമ്മയിലേക്ക് കൊടുത്തപ്പോൾ, എത്രയും ദയയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന നമുക്കറിയാം. അതിൻ്റെ അകത്ത് ഒരപേക്ഷയാണ് ആ പ്രാർത്ഥന. മാതാവിനോട് നമ്മൾ ചൊല്ലുന്നൊരു അപേക്ഷയാണ് എത്രയും ദയുള്ള മാതാവേ എന്നുള്ളത്. കണ്ണുനീരിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴാണ് എത്രയും ദയുള്ള മാതാവേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ, അപേക്ഷയുടെ അർത്ഥതലം പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഏത് സങ്കടത്തിലും നിന്നെ ആശ്വസിപ്പിക്കാൻ നിൻ്റെ അമ്മയുണ്ട് നിൻ്റെ കൂടെ. നിൻ്റെ ഏത് ദുഃഖത്തിലും നിന്നെ ആശ്വസിപ്പിക്കാൻ നിൻ്റെ അമ്മയുണ്ട്. നിൻ്റെ ഏത് കണ്ണുനീരിലും നിന്നെ ആശ്വസിപ്പിക്കാൻ നിൻ്റെ അമ്മയുണ്ട്. നീ സങ്കടപ്പെടുന്ന, നീ ഒറ്റപ്പെടുന്ന, സ്വയം കുറ്റപ്പെടുത്തുന്ന നിൻ്റെ ജീവിത അവസ്ഥകളിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ നിൻ്റെ അമ്മ നിൻ്റെ കൂടെയുണ്ട്. പക്ഷെ നീ മനസ്സിലാക്കിയിട്ടില്ല നിൻ്റെ അമ്മയുടെ സാന്നിധ്യം, നിന്നോടുകൂടെയുള്ള നിൻ്റെ അമ്മയുടെ സാന്നിധ്യം, അമ്മയിലുള്ള അഭിഷേകം എത്രത്തോളം ഉണ്ട്, അമ്മ നിന്നിൽ ചൊരിയുന്ന കൃപാവരത്തിൻ്റെ സമൃദ്ധി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതുവരെ നീ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ചൊല്ലിക്കൂട്ടിയത് മുഴുവൻ ഒരു തരം ഓറൽ എക്സസൈസാണ്, ഒരു തരം അധര വ്യായാമം മാത്രമേ നടന്നിട്ടുള്ളൂ. പ്രാർത്ഥന നടന്നിട്ടില്ല. പ്രാർത്ഥന നടന്നിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിതുവരെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാം നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചെന്ന് നിൽക്കുന്നവരാണ്. നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് നിൽക്കുന്നത് അതാണ്. നമ്മൾ സ്തുതിക്കുമ്പോൾ പോലും അറിയാതെ, ഇപ്പം ഞാൻ സ്തുതിക്കുന്ന സസ്യം കെട്ടഴിയട്ടെ എന്ന് എൻ്റെ നാവിൽ നിന്ന് വരും. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്ക് കയറിപ്പോ കെട്ടഴിയട്ടെ യേശു നാമത്തിൽ. അപ്പോൾ എന്താ? എൻ്റെ കെട്ടഴിയാൻ എൻ്റെ ശരീരം ആഗ്രഹിക്കുക. അവിടെ ഞാൻ സ്വാർത്ഥനാ. ദൈവത്തെ സ്തുതിക്കുക, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ആരാധന, സ്തുതി കർത്താവ് യേശു നാമത്തിൽ കെട്ടഴിയട്ടെ. അപ്പോൾ തന്നെ പറയുക, ഓട്ടോമാറ്റിക്കലി വരിക. അപ്പോൾ എന്നിലുള്ള സ്വാർത്ഥതയല്ലേ എന്നെ കൊണ്ടത് പ്രാർത്ഥിപ്പിക്കുന്നേ. ദൈവത്തെ ആരാധിക്കുന്ന സമയത്തും എൻ്റെ സ്വാർത്ഥതയുടെ ആ ഒരു തലം ഉയർന്നു വരുന്ന കണ്ടോ? നമ്മളൊരു നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ എന്നെ കണ്ണുനീരണിയിച്ച ഏത് വ്യക്തിയാണോ, ഏത് സാഹചര്യമാണോ, നമ്മൾ പറയും. പക്ഷേ പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയമേ എന്ന് പറഞ്ഞ അമ്മയുടെ അപേക്ഷയുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് വിശ്വസിച്ചൊന്ന് ചെല്ല്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചെല്ല്. ഇത്രയും നാൾ ചെല്ലിയതല്ലേ, ഇത്രയും നാൾ ചെല്ലിയത് വിട്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചെല്ല് നോക്ക്. സമയമെടുത്തൊരു ജപമാല ഒന്ന് ചെല്ല് നോക്ക്. മനസ്സിലാകും നിങ്ങൾക്ക് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സുഗന്ധം മനസ്സിലാവും എന്താണെന്നുള്ളത്. എന്താണ് അമ്മ തരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ മരിയൻ ധ്യാനം എന്ന് പറഞ്ഞ് കുറേ വചനം കോട്ട് ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റും. പക്ഷേ അത് വേണ്ട, എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക്. കാരണം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. നിനക്കെന്നെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ജപമാല ചെല്ലുക എന്നാണ് അമ്മ എന്നോട് പറയുന്നത്. എപ്പോഴും നിനക്കെന്നെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എപ്പോഴും കിട്ടുന്ന മെസ്സേജാണ്. ഇന്നലെ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ കാസർഗോഡ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് വെളുപ്പിനെത്തി. ഉറക്കം ഫുൾ നൈറ്റ് കണക്കായിരുന്നു. അതുകൊണ്ട് ഉറക്കമൊന്നും ഇല്ലാത്ത ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. സാധാരണ അങ്ങനെയല്ല, ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അമ്മ ഇറങ്ങി വന്ന രീതിയിൽ അവനാക്കി വെക്കുമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല. അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ട് അമ്മയുടെ മുമ്പിലിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എങ്ങും പോകാൻ പറ്റുന്നില്ല. വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാതെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാതാവ് പറഞ്ഞാണ്, നിനക്കെന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? ജപമാല എടുക്കാൻ പറഞ്ഞു, ജപമാല ചെല്ലാൻ പറഞ്ഞു. റിലേ ആയിട്ട്, അതായത് ആ ഡേ ഫുൾ ഓരോ ജപമാല ഓരോ ബൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ നിന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. നിന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. അതങ്ങോട്ട് ചെല്ലി വരുമ്പോൾ മുറി മുഴുവൻ അമ്മയുടെ സുഗന്ധമാണ്. എന്ത് സുഗന്ധം അമ്മയുടെ! ആ സുഗന്ധം ഇങ്ങനെ നിൽക്കുക. അന്ന് രാത്രി ഒരു ഗൂഗിൾ മീറ്റിലാണ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ സുഗന്ധം ഇങ്ങനെ നിൽക്കുക മുറിക്കുള്ളിൽ മുഴുവൻ. അപ്പോൾ
അമ്മ എന്തോരം സന്തോഷിച്ചെന്നറിയോ? ഒരു ജപമാല അമ്മയ്ക്ക് കൊടുത്തപ്പോൾ. അമ്മയെ സന്തോഷിപ്പിക്കണം നമ്മളെ സന്തോഷിക്കാനുള്ള വക അമ്മയോട് ചോദിക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ക്രിസ്തീയത അതാ. നമുക്ക് സന്തോഷിക്കാനുള്ള വക അമ്മ തരണം. അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ മുതിരത്തില്ല. യേശുവിനെ നമ്മൾ ആരാധിക്കില്ല, ത്രിയേക ദൈവത്തെ ആരാധിക്കില്ല, പക്ഷെ ത്രിയേക ദൈവത്തോട് നമ്മൾ അനുഗ്രഹങ്ങൾ ചോദിക്കും. എന്തൊരു വിരോധാഭാസമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ത്രിയേക ദൈവത്തെ ആരാധിക്കില്ല. നമ്മൾ ആരാധിക്കുന്നവനോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ആരാധിക്കാത്തവനോട് എങ്ങനെ ചോദിക്കാൻ പറ്റും? കിട്ടുമെന്ന് എന്തുറപ്പുണ്ട്? ചോദിക്കുന്നതിന് മുമ്പ് ദൈവത്തെ ആരാധിച്ച് അവനെ നമ്മളിലേക്ക് അവനെ കൊണ്ടുവന്നതിന് ശേഷം അവനോട് ചോദിക്കുമ്പോൾ അവനത് തരാതിരിക്കാൻ പറ്റില്ല, കരുണ കാണിക്കാതിരിക്കാൻ പറ്റില്ല. നാണം കെടാൻ ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. എഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഏറ്റവും കൂടുതൽ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ക്രിസ്തുവിനെ പൊതിഞ്ഞ, ഉണ്ണിയേശുവിനെ പൊതിഞ്ഞ പിള്ളക്കച്ച. ഞാൻ ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ 3 തരം സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കും. അതിലൊന്നാണ് പരിശുദ്ധ അമ്മയുടെ നീലങ്കി കൊണ്ട് എന്നെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കും. രണ്ടാമത്തേത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുക്കച്ച കൊണ്ട് എന്നെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കും. മൂന്നാമത്തേതാണ് ഉണ്ണി യേശുവിൻ്റെ പിള്ളക്കച്ച കൊണ്ട് എന്നെ പൊതിയണമെന്ന്. ഈ 3 സംരക്ഷണം എടുത്ത് പ്രാർത്ഥിച്ച് ഏത് മിനിസ്ട്രിക്ക് പോയാലും ഭയങ്കര ധൈര്യമാണ്. ഇതിൽ 3-ാമത്തെ സംരക്ഷണം, അതായത് ഉണ്ണി യേശുവിൻ്റെ പിള്ളക്കച്ച കൊണ്ട് എന്നെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ 3-ാം രഹസ്യം മാത്രം ചൊല്ലി ഒരു സ്വർഗസ്നായും 10 നന്മ നിറഞ്ഞ ഒരേ ഒരു തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയത്തിൻ്റെ നീല അങ്കിയുടെ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം വായിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ തിരുക്കച്ചയുടെ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൻ്റെ വഴിയിലെ 10-ാം സ്ഥലം ധ്യാനിക്കും. ഹല്ലേലൂയ. അതല്ലാതെ സംരക്ഷണം പോരട്ടെ എന്ന് പറഞ്ഞാൽ അത് പോരില്ല. ആ ഒരു തുണിക്കഷ്ണവുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നുവോ ആ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ആ സംരക്ഷണം എടുക്കുക. പിള്ളക്കച്ചയുടെ സംരക്ഷണം 3-ാം രഹസ്യം, സന്തോഷത്തിൻ്റെ 3-ാം രഹസ്യം ധ്യാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. തിരുക്കച്ചയുടെ സംരക്ഷണം കുരിശിൻ്റെ വഴി ചെല്ലുന്നവർക്കെല്ലാം കിട്ടും. അവൻ്റെ മേലങ്കി മുകൾ മുതൽ അടി വരെ തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതാ. അതാർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കുക. അപ്പോൾ നമ്മുടെ പേരും കൂടെ അതിനകത്ത് വരട്ടെന്നേ. ചിട്ടിയിടുമ്പോൾ എൻ്റെ പേരും കൂടി കയറ്റി വെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-ാം സ്ഥലം ധ്യാനിക്കുമ്പോൾ ഞാനും ഉണ്ട് ചിട്ടിയിൽ മത്സരിക്കാൻ. കേസി മറ്റേ ഇതിൻ്റെ ചിട്ടിയല്ല എന്നാണ് എന്നെ പറയണത്, അതിൻ്റെ ചിട്ടിയല്ല ഇത്. അപ്പോൾ ചിട്ടിയിട്ട് തീരുമാനിക്കട്ടെ. അതിനകത്ത് എൻ്റെ പേരും കൂടി നിങ്ങൾ തിരികെ വെച്ചാൽ, അവരവരുടെ പേര് വെച്ചാൽ പറയാൻ പറ്റില്ല, നറുക്ക് വീണാലോ. അപ്പോൾ ആ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കുക. പിന്നെ പറയുക പരിശുദ്ധ അമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണം. അതിൽ ശിരോവസ്ത്രം തുടങ്ങിയാണ് അമ്മയുടെ അങ്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശിരോവസ്ത്രം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന നീല അങ്കി, അതിങ്ങനെ ഒരു ഓളം തള്ളി നിൽക്കുന്ന വെള്ളം പോലെ അതിങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു അങ്കിയാണ്. അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഇതാണ് ദർശനത്തിൽ. അപ്പോൾ അതിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ
ആദ്യത്തെ സംരക്ഷണത്തിൻ്റെ പരിശുദ്ധമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് പരിശുദ്ധിയുടെ കിരണങ്ങളാൽ നമ്മൾ സംരക്ഷിക്കപ്പെടുക, അതായത് വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപം ചെയ്യാതെ അമ്മ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. യേശുവിൻ്റെ തിരുക്കച്ചയുടെ സംരക്ഷണം എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സഹനങ്ങളെ നേരിടാൻ തക്ക അഭിഷേകം അതിൽ നിന്ന് നമുക്ക് കിട്ടും. 10ാം സ്ഥലം എത്തിയപ്പോഴാണ് വസ്ത്രം ഉരിഞ്ഞു മാറ്റിയത്. 10ാം സ്ഥലം വരെ അവനോട് ചേർന്നു വസ്ത്രമുണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത്. ക്രിസ്തുവിൻ്റെ തിരുവസ്ത്രം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. അതുകൊണ്ടാണ് രക്തസ്രാവക്കാരി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യപ്പെട്ടത്. സഭയിലൂടെ ഉള്ള സൗഖ്യത്തെയാണ് അത് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ 10ാം സ്ഥലം ധ്യാനിക്കുമ്പോൾ ആ സംരക്ഷണം നമുക്ക് കിട്ടുമ്പോൾ അതുവരെയുള്ള എല്ലാ സഹനങ്ങളുടെ അഭിഷേകം, സഹനങ്ങളിൽ നമ്മൾ വീഴാതെ നിൽക്കാനുള്ള അഭിഷേകം ക്രിസ്തുവിൻ്റെ തിരുക്കച്ചയിൽ നമുക്ക് കിട്ടും. ഉണ്ണി യേശുവിൻ്റെ പിള്ളക്കച്ചയിൽ നമ്മൾ സംരക്ഷണം എടുത്താനുള്ള പ്രത്യേകത, ഒരു കുഞ്ഞിൻ്റെ പിള്ളക്കച്ച എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അതിൽ ഉത്ഭവ പാപം ഒഴികെ മറ്റൊന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ ഉത്ഭവ പാപം മാത്രമേ ഉള്ളൂ. ആ ഒരു ഉണ്ണി യേശുവിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളിലുള്ള പാപാവസ്ഥ ഉത്ഭവ പാപമാണ്. ബോധത്തോടെ നമ്മൾ പാപം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മരണസമയത്ത് നമ്മളെ ദൈവം കൊണ്ടു ചെന്നെത്തിക്കുക, അതായത് നിഷ്കളങ്കമായ അവസ്ഥയിലേക്കുള്ള സംരക്ഷണമാണ് ഉണ്ണി യേശുവിൻ്റെ പിള്ളക്കച്ച നമുക്ക് തരുന്നത്. അതായത് ഞാൻ ജനിച്ചപ്പോൾ ദൈവം വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഒന്നിനും കുറവുണ്ടായില്ല, ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയായി കണ്ടു. ആ ആദ്യത്തെ അവസ്ഥയിലേക്ക്, അതാണ് നമ്മൾ തൃത്വസ്തുതി ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും. ആദിയിൽ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. ആദിയിലെ പോലെ എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞ എല്ലാം നല്ലതായി കണ്ടു. ആദിയിലെ പോലെ, അതായത് ആ നല്ല അവസ്ഥയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും, അതായത് എൻ്റെ മരണം വരെ ആ പറയുന്ന ഉൽപ്പത്തിയിലുള്ള പരിശുദ്ധിയുടെ അവസ്ഥയിലേക്ക്, ആദിയിലെ പോലെ ഉൽപ്പത്തിയിലെ പോലെ എന്നെ ഇപ്പോഴും എപ്പോഴും എൻ്റെ ജീവിതത്തെ നീ കാത്തു പരിപാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന് എൻ്റെ ബുദ്ധിയെയും, പുത്രന് എൻ്റെ ഹൃദയവിചാരങ്ങളെയും, പരിശുദ്ധാത്മാവിന് എൻ്റെ കരവേലകളെയും ഞാൻ സമർപ്പിക്കുന്നതാണ് തൃത്വസ്തുതി. ഇങ്ങനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ ആ പിള്ളക്കച്ചയുടെ സംരക്ഷണം നമുക്ക് കിട്ടും. ഹല്ലേലൂയ. ഈ 3 സംരക്ഷണമാണ് നമുക്ക് കിട്ടുന്നത്. വീണ്ടും വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു, അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സ്ഥലം ഈശോയ്ക്ക് കിട്ടിയില്ല, സ്വർഗം അനുവദിച്ചില്ല സ്ഥലം. എന്നിട്ടും സ്വർഗത്തിൻ്റെ ദൂതൻ ഈ പറയുന്നതൊന്നും പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ല. പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, നീ പരിശുദ്ധാത്മാവിൽ നിറയും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ. ഇത്രയും കൊണ്ട് മുറിയാൻ നിർത്തി. എന്നാൽ ഈ പറയുന്ന ദൂതന് പറയാമായിരുന്നു, പ്രസവ സമയം അടുക്കുമ്പോൾ നിനക്ക് സത്രത്തിൽ സ്ഥലം കിട്ടില്ല, നീ പീഡകളിലൂടെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ട് നീ കാലിത്തൊഴുത്തിൽ നിനക്ക് പ്രസവിക്കേണ്ട അവസ്ഥ നിനക്ക് വരും. ഇതൊന്നും വെളിപ്പെടുത്തി കൊടുത്തില്ല പരിശുദ്ധമ്മയ്ക്ക്. മറിച്ച് ഒറ്റ കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. എന്താ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം നേരിടാനുള്ള ശക്തി നിനക്ക് ലഭിക്കും. അത്യുന്നതൻ്റെ ശക്തി നിന്നിലേക്ക് കടന്നു വരുമ്പോൾ ലോകം നിന്നെ പരിഹസിച്ചാലും ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ സകലതും വെളിപ്പെടുത്തി കൊടുത്തില്ല. പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ സകലതും വെളിപ്പെടുത്തി കൊടുത്തില്ല. പകരം അവിടെ ഒരു മുറിയാൽ നിർത്തി. എങ്ങനെ? പരിശുദ്ധാത്മാവ് വരും, കട്ട് ചെയ്തു, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കും, കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്ത്യാനിറ്റി. അതായത് കർത്താവായ ദൈവം എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉദ്ധാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു. ഇത് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിശ്വസിച്ച് ഏറ്റുപറയുന്നതിൽ എൻ്റെ രക്ഷ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിരാശയിലേക്ക് പോകാൻ പാടില്ല. സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തിനെതിരെ മറുതലിക്കാൻ പാടില്ല. പരിശുദ്ധമ്മയ്ക്ക് മറുതലിക്കാൻ ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. കാരണം ലോകത്തിൻ്റെ പുത്രനെ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അതിനെ സൂക്ഷിക്കാനായിട്ട് അമ്മ പാടുപെടേണ്ടി വന്നു.
അമ്മ ഓടി നടക്കേണ്ടി വന്നു. അമ്മയ്ക്കൊരു കറക്റ്റ് സ്ഥലം വെളിപ്പെടുത്തി കൊടുത്താൽ അമ്മയ്ക്ക് അങ്ങോട്ട് എത്താമായിരുന്നു, കൊടുത്തില്ല. അവിടെയും അമ്മ സഹനത്തിലൂടെ കടന്നുപോയി. മൂന്നാമത്തെ രഹസ്യമാണ്, സന്തോഷത്തിൻ്റെ രഹസ്യമാണ് ധ്യാനിക്കുന്നത്. മൂന്നാമത്തേതാണ്, നിങ്ങളതിൻ്റെ പിന്നാമ്പുറത്തിലേക്കൊന്ന് പോയേ. അമ്മ സത്രം കിട്ടാതെ ഓടി നടക്കുന്ന, നിറവയറുമായിട്ട് അമ്മ ഓടി നടക്കുന്ന ഒന്നും ധ്യാനിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ണി യേശുവിന് ജന്മം കൊടുത്തു, അവിടെ തീരുക സ്വർഗസ്നായ ചെല്ലാനുള്ള ധൃതിയിൽ അല്ല. അമ്മ ഈ 10 മാസത്തിൻ്റെ ഈ വയറും കൊണ്ട് അമ്മ ഓടുന്ന ഓട്ടം ഒന്ന് നോക്ക്. സ്ത്രീകളെ, അമ്മമാരെ, നിങ്ങൾ അനങ്ങുമോ? നിങ്ങൾ ചൂലെടുത്തൊന്ന് മുറ്റം അടിക്കുമോ? ഇല്ല. അമ്മ ഓടിയില്ലേ? അമ്മ ഓടി ഓട്ടം. എത്ര ഓടി അമ്മ? ഈ നിറവയറുമായിട്ട് അമ്മ ഓടിയില്ലേ? അമ്മയോടൊപ്പം വിശുദ്ധ ഔസേപ്പ് പിതാവ് ഓടിയില്ലേ? ഈ ഓടി സത്രത്തിൽ സ്ഥലം കിട്ടിയോ? കിട്ടിയില്ല. അവിടെയും അമ്മയെ തഴഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? ലോകത്തിൻ്റെ ജാതൻ ഭൂമിയിലേക്ക് വരാൻ കിട്ടിയ സ്വീകരണം എങ്ങനെയാ? ആര് സ്വീകരിച്ചു? മൃഗങ്ങൾ സ്വീകരിച്ചു കർത്താവിനെ. പുൽത്തൊഴുത്തില്, കാലിത്തൊഴുത്തില്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് ലോകത്തിലേക്ക് വന്ന കർത്താവായ ദൈവത്തിന് ലഭിച്ച സ്വീകരണമെങ്കിൽ ക്രിസ്ത്യാനി, നീ എന്ത് മേന്മയാ പ്രതീക്ഷിക്കണത് കർത്താവിൽ നിന്ന്? മൂന്നാമത്തെ രഹസ്യത്തിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ സഹനത്തെ നമ്മൾ കണ്ടിട്ടില്ല. മൂന്നാമത്തെ രഹസ്യത്തിലുള്ള കർത്താവിൻ്റെ ജനനത്തെ മാത്രമേ ക്രിസ്ത്യാനി ധ്യാനിച്ചിട്ടുള്ളൂ. ധ്യാനിക്കുമ്പോൾ ജനനത്തെ മാത്രം ധ്യാനിച്ചാൽ അതിൽ ദൈവത്വം ഉണ്ടാവില്ല. മറിച്ച് ജനിക്കാനുള്ള വഴികളെ നമ്മൾ കാണണം. ജനിക്കാനെടുത്ത സാക്രിഫൈസ് എന്താണെന്നുള്ളത് അനുഭവിക്കണം ആത്മാവിൽ. എങ്കിലാണ് ക്രിസ്തുവിൻ്റെ ജനനം അതിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുള്ളൂ. അതല്ലെങ്കിൽ അതൊരു ജനനം മാത്രമായിട്ട് കാണും. ഇങ്ങനെ നമ്മളൊക്കെ ജനിച്ച് വീഴുന്നത് പോലെയേ ക്രിസ്തുവിൻ്റെ ജനനത്തെ കാണാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, യേശു ക്രിസ്തുവിൻ്റെയും ജനനം തുടങ്ങിയവൻ സഹിക്കുക. കർത്താവിൻ്റെ ജനനം മുതൽ അമ്മയുടെ ഉദരത്തിൽ പ്രസവ സമയം അടുത്തപ്പോൾ മുതൽ ക്രിസ്തു സഹിക്കുക ലോകത്തിന് വേണ്ടിയിട്ട്. ലോകത്തെ രക്ഷിക്കാനുള്ളവനെ ലോകം തന്നെ തഴഞ്ഞു വെച്ചു. അതുവരെ പുത്രനെ അയച്ചപ്പോൾ പിതാവ് സഹനമായിട്ട് അവന് കൊടുത്തു. മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെ രഹസ്യമാണെങ്കിലും അതിന് പുറകിൽ ഒരു കണ്ണുനീരിൻ്റെ നനവ് പരിശുദ്ധമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത് ധ്യാനിക്കുമ്പോൾ. അതുകൊണ്ട് മൂന്നാമത്തെ രഹസ്യം ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ അവിടെ നമ്മൾ സമർപ്പിക്കേണ്ടത്, അമ്മേ, നീ പുത്രന് ജന്മം കൊടുക്കാൻ സഹിച്ച സഹനങ്ങളോട് ചേർത്ത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കണം ക്രിസ്ത്യാനികൾ. എങ്കിൽ മാത്രമാണ് നിന്റെ ജപമാലയ്ക്കൊരു ജീവൻ ഉണ്ടാകുള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ ജപമാലയെ ഇതുവരെ കാണുന്നത് മുഴുവനും കാര്യസാധ്യത്തിനുള്ള ചങ്ങലയായിട്ടാണ്, സംരക്ഷണം ലഭിക്കാനുള്ള ആയുധമായിട്ട് ജപമാലയെ കാണുക, ആഭരണമായിട്ട് അതിനെ കാണുക. നമ്മൾ ഒരിക്കലും അതിലുള്ള ദൈവത്വത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഓരോ ജംഗ്ഷനിലും ഒരു രഹസ്യമുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന മണികളിൽ ഒരു രഹസ്യമാണ്. ബാക്കി 10 ഒന്നിച്ചു നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഓരോ മണികളിലും രഹസ്യമാണ് അടങ്ങിയിരിക്കുന്നത്. ജപമാലയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മണികളിലാണ് രഹസ്യമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ഈ ഒറ്റപ്പെട്ട മണികളിലെ രഹസ്യങ്ങളെ നീ ധ്യാനിച്ചാൽ ബാക്കി 10 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് അമ്മ നിന്നോട് ചേർന്നിരുന്ന് ഉരുവിടും. ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നിനക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അവളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. നിന്റെ കണ്ണുനീര് അസ്ഥാനത്തായിരുന്നു എന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അമ്മ സഹിച്ചതുപോലെ ഈ ലോകത്തിലുള്ള ഒരു സൃഷ്ടിയും വ്യാകുലം സഹിച്ചിട്ടില്ല. കാരണം അതാണ് പരിശുദ്ധ അമ്മ. അവള് ഉദരത്തിൽ വഹിച്ചത് ലോക രക്ഷകനെയാ. ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ളവനെ ഉദരത്തിൽ വഹിച്ചവൾ അമ്മ മാത്രം. അതുകൊണ്ട് എന്താ, ക്രിസ്തുവിനോടുകൂടെ കാൽവരിയിലേക്ക് നയിക്കപ്പെട്ടതും പരിശുദ്ധ അമ്മ മാത്രമാണ്. വിശുദ്ധ യോഹന്നാനോട് ചേർന്ന് ബാക്കിയുള്ള സകല ശിഷ്യരെയും പിതാവായ ദൈവം മാറ്റിയില്ലേ? സകല ശിഷ്യരെ ഓടി ഒളിച്ചതല്ല, പിതാവ് അവരെ മാറ്റി. കാരണം ലോകത്തിന് വേണ്ടി ഈ ശിക്ഷ മുഴുവൻ ഏറ്റെടുക്കാനും പീഡകൾ അനുഭവിക്കാനും സ്വർഗം ഒരാളെ മാത്രമേ നിയോഗിച്ചിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവനെ സഹായിക്കാൻ അവൻ്റെ ശിഷ്യഗണങ്ങൾ ആരും അവൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ പാടില്ല എന്നുള്ളത് പിതാവിൻ്റെ തീരുമാനമാണ്. അവിടെ പോലും ശിഷ്യരെ സ്വാർത്ഥത ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ മാറ്റിയത് പിതാവാണ്. അതുകൊണ്ടാണ് ഗത്സമേനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ പിടിക്കാൻ പടയാളികൾ വന്നപ്പോൾ
ഭൃത്യൻ്റെ ചെവി പത്രോസ് ഛേദിച്ചപ്പോൾ ഭൃത്യന്മാർ പത്രോസിനെ പിടിക്കാൻ പോയപ്പോൾ യേശു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്നെയല്ലേ ആവശ്യം, ഇവരെ വിട്ടേക്ക്. ശിഷ്യരോട് ചേർന്ന് പറഞ്ഞു, ശിഷ്യരെ നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ തിരയുന്നത് എന്നെയല്ലേ, എന്നെ കൊണ്ടുപോയിക്കോ, ഇവരെ എന്തിനാ, ഇവരെ വിട്ടേക്ക്. അവരെ വിട്ടു, സ്വയം വിട്ടുകൊടുത്തു. മരണത്തിന് തന്നെ ആരെയും കർത്താവ് സഹിക്കാൻ കൂട്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഞാനും നിങ്ങളും അങ്ങനെയല്ല. ഞാൻ സഹിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ എൻ്റെ സഹനം ദേഷ്യത്തിലേക്ക് മാറും. ഞാൻ സഹിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ആശ്വസിപ്പിക്കണം, ഞാൻ സഹിച്ചപ്പോൾ അത് ആരെങ്കിലും മനസ്സിലാക്കണം, ഞാൻ സഹിച്ചത് ഇന്ന കാരണമാണെന്ന് എനിക്ക് അവതരിപ്പിക്കണം. ഇവിടെയെല്ലാം എന്ത് ദൈവത്വമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? അമ്മ സഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ നിങ്ങൾ സഹിക്കുന്നത്. നമ്മൾ സഹിക്കുമ്പോൾ സഹിക്കുന്നു എന്ന് പറയുകയും പരാതിപ്പെടുകയും ചെയ്യുന്ന ഒരു തരം വ്യാജ സഹനങ്ങളാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല അമ്മ പഠിപ്പിച്ച ക്രിസ്തീയത, അമ്മ കാണിച്ചു തന്ന ക്രിസ്തീയത, അമ്മ പ്രസവിച്ചിട്ട ക്രിസ്തു ഇതല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഓർക്കുക, ജപമാലയിൽ മറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയല്ല, ധ്യാനം തന്നെയാണ്. ഏറ്റവും വലിയ ധ്യാനം ജപമാലയിലുണ്ട്. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ധ്യാനം മറിഞ്ഞിരിക്കുന്നത് ജപമണികൾക്കുള്ളിലുണ്ട്. ഒറ്റപ്പെട്ട മണികളെ വെറുതെ വിടരുത്. ജപമാലയിൽ 10 എണ്ണം കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുന്ന മണികളിൽ രഹസ്യമുണ്ട്. അതിൽ പിടിച്ചാൽ ഒരാശ്വാസം കിട്ടണം നമുക്ക്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ആ ഒറ്റപ്പെട്ട മണികളെ നിങ്ങൾ വിടരുത്. അതിനകത്ത് ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടാതിരിക്കാൻ എന്നെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്ന അമ്മ വഴിയുള്ള ഒരു രഹസ്യമാണ്. പ്രിയമുള്ള ദൈവജനമേ, ഈ രഹസ്യം നമ്മൾ അറിഞ്ഞിരുന്നാൽ പാപത്തിൻ്റെ പടുകുഴിയിൽ ക്രിസ്ത്യാനി നീ വീഴില്ല. ഈ രഹസ്യം നീ അറിഞ്ഞിരുന്നാൽ പാപത്തിൻ്റെ പടുകുഴിയിൽ നമ്മൾ വീഴത്തില്ല. ഒരു തിന്മയുടെ ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റുകയുമില്ല. ഹല്ലേലൂയാ! അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ! ഇതാണ് ജപമാലയിൽ സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യത്തിൻ്റെ പ്രത്യേകത. ആ അമ്മ പുത്രനെ പ്രസവിച്ചു എന്ന് പറയുന്ന ക്രിസ്മസ് ധ്യാനിക്കാനുള്ളതല്ല സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം. മറിച്ച് അമ്മ പുത്രനെ പ്രസവിക്കാൻ എടുത്ത ത്യാഗത്തെ അനുസ്മരിക്കുന്നതാണ് സന്തോഷത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം. അവൾ ഓടി, അവൾ നടന്നു, അവൾ കിതച്ചു, അവൾക്ക് വെള്ളം പോലും കിട്ടിയില്ല, സത്രത്തിൽ ഇടം പോലും കിട്ടിയില്ല. പുൽത്തൊഴുത്തിൽ അവൾ ചാണകക്കൂനയുടെ നടുവിൽ പുത്രന് ജന്മം കൊടുക്കാൻ അമ്മ തയ്യാറായി. അമ്മ തയ്യാറായി. ഇത്രത്തോളം അമ്മയിൽ വിളങ്ങി നിൽക്കുന്ന എളിമയുണ്ട്, ഇത്രത്തോളം അമ്മയിൽ തിളങ്ങി നിൽക്കുന്ന വിനയവും കരുണയും ഏതിനോടും പൊരുത്തപ്പെടാൻ പറ്റുന്ന അവസ്ഥയും ഉണ്ട് അമ്മയിൽ. അമ്മയോട് പ്രാർത്ഥിക്കുന്ന നമ്മിൽ ഇതൊന്നുമില്ല. എല്ലാം തികയ്ക്കാനുള്ള ഓട്ടമാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്ന മക്കളിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം തികയ്ക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥന ആസ്ഥാനത്താണ്. എല്ലാം തികയ്ക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് അമ്മയോട്. ഇത് കിട്ടി കഴിയുമ്പോൾ തന്നെ അടുത്ത നിയോഗം വരിക. ഇങ്ങനെ 1 by 1 ആയിട്ട് നിയോഗം സമർപ്പിച്ച് അമ്മയെ നിങ്ങൾ ദുരുപയോഗിക്കരുത്. ദൈവത്തെ ഓർത്ത്. പരിശുദ്ധ അമ്മ പരിശുദ്ധിയാണ്. പരിശുദ്ധ അമ്മ വന്നിരിക്കുന്നത് ലോകരക്ഷയ്ക്ക് വേണ്ടി പുത്രനെ സഹായിക്കാനാണ്. പക്ഷെ നമ്മളിങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവളെ ദുരുപയോഗിക്കുക നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എത്ര നീചരാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ അത്രയും നീചരാണ്. അമ്മയോട് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ നിയോഗങ്ങൾ, അഴുക്കുകൾ കൊണ്ട് അമ്മയുടെ കാൽ ചുവട്ടി കൊട്ടിയിടുക. നമ്മൾ എൻ്റെ പാപം, എൻ്റെ വൃത്തികേടുകൾ, എൻ്റെ ജീവിതത്തിലുള്ള അശുദ്ധി, എൻ്റെ ദുസ്വഭാവങ്ങൾ, എൻ്റെ എന്താ പറയുക മദ്യത്തോടും മറ്റുമുള്ള അരൂപികൾ, ഞാൻ മൂലം ഒരാൾ മരിക്കാനിടയായിട്ടുണ്ടെങ്കിൽ, ഞാൻ മൂലം മറ്റൊരാളെ നാവ് കൊണ്ട് കൊന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ മൂലം മറ്റൊരാളുടെ ജീവിതത്തെ തകർത്തത്, പ്രിയപ്പെട്ട ദൈവജനമേ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ. ഇതെല്ലാം കൊണ്ട് അമ്മയുടെ കാൽച്ചുവട്ടിൽ ഈ വേസ്റ്റ് കൊണ്ടിടുക. നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് നിയോഗങ്ങൾ ഒത്തിരിയുണ്ട്. ലോകം മുഴുവനുള്ള സകല മക്കളും അമ്മയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ ചെല്ലുന്ന ജപമാലകളെല്ലാം അങ്ങനെയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ അമ്മയുടെ നിയോഗത്തിന് വേണ്ടി ചൊല്ലാൻ അമ്മ എപ്പോഴും പറയുന്നൊരു സന്ദേശമാണ്. എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ജപമാലെല്ലാം പറയും.
അപ്പോൾ ഞാൻ ചിരിക്കും, അമ്മയുടെ നിയോഗത്തിന് വേണ്ടി ഞാൻ ചെല്ലാനോ? അപ്പം ഞാൻ പറയും, എൻ്റെ നിയോഗങ്ങളോ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ശുശ്രൂഷകളോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയണത്, എൻ്റെ കുഞ്ഞേ, എൻ്റെ നിയോഗത്തിൽ നീ ഇല്ലാതെ വരുമോ? എൻ്റെ നിയോഗത്തിൽ ലോകം മുഴുവൻ ഇല്ലാതെ വരുമോ എന്ന് അമ്മ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ നിയോഗത്തിൽ ഒന്ന് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പോൾ ലോകത്ത് അമ്മയ്ക്ക് ഇടപെടാൻ പറ്റാത്ത തരത്തിൽ അമ്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മക്കളുണ്ട്. എന്നാൽ അമ്മയ്ക്ക് അവരോടുള്ള സ്നേഹം ഒത്തിരിയാണ്. പക്ഷെ അമ്മയ്ക്ക് അവരിൽ ഇടപെടണമെങ്കിൽ ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെയുള്ളപ്പോൾ അമ്മയുടെ നിയോഗത്തിന് വേണ്ടി എൻ്റെ പ്രാർത്ഥനകളെ ഞാൻ സമർപ്പിച്ചാൽ അമ്മയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ തലവേദനയും മൂക്കൊലിപ്പും ഒക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് പ്രാർത്ഥനയുടെ നിലവാരത്തെ ഉയർത്താനായിട്ട് ശ്രമിക്കണം. ജപമാല പ്രാർത്ഥനയുടെ നിലവാരം ദൈവത്തിന് മുൻപിൽ ഉയർത്താനായിട്ട് ശ്രമിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമ്മിലേക്ക് കടന്നു വരേണ്ടത്, പ്രിയപ്പെട്ട ദൈവജനമേ, ജപമാല മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ജപമാലയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോഴും അർത്ഥം മനസ്സിലാക്കി ജപമാല ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കടന്നു കിട്ടും. ഓരോ ജപമാലയിൽ അവസാനം നമ്മൾ വായിക്കുന്നു, ധ്യാനിക്കാം, ധ്യാനിക്കാം, ധ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ രഹസ്യങ്ങളും അവസാനിക്കുന്നത്. അപ്പോൾ ധ്യാനിക്കണം, ധ്യാനിക്കാതെ ചൊല്ലരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.